بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور ولا تصعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور وقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا خير من دفنت بالقاع يعظمه فطاب من طيبهن القاع واللكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه സമാദരണീയരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, മഹല്ല് ജമാഅത്ത് ഭാരവാഹികളെ, ഉറൂസ് കമ്മിറ്റി നേതാക്കളെ, ബഹുമാനമുള്ള മുതഅല്ലിംകളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ 2 വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന കടമ്പാർ വലിയുല്ലാഹി ഹാജിയാരുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഈ വർഷത്തെ ഉറൂസിൻ്റെ ആരംഭ ദിവസത്തിലാണ് നാം ഉള്ളത്. വളരെ പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ രാവ് കൂടിയാണ് ഇന്ന്.
റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ മഹാനവറുകളുടെ സവിധത്തിൽ ദുആഇന് ഇജാബത്ത് ലഭിക്കുന്ന നല്ല രാത്രിയായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഉറൂസിന് വേണ്ടി പ്രവർത്തിച്ച് നേതൃത്വം നൽകി സഹകരിച്ച് സഹായിച്ച ഉസ്താദുമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, നേതാക്കൾ, പ്രവർത്തകർ ആരെല്ലാം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടോ അവരെ ഹദ്റത്തിലേക്ക് നമ്മുടെ ഈ മജ്ലിസിൻ്റെ സന്തോഷം അള്ളാഹു എത്തിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഈ മഹല്ല് ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ, നേതാക്കൾ, ഉമറാക്കൾ, സഹായിക്കുന്ന സഹകരിക്കുന്ന സഹകാരികൾ മുഴുവൻ ആളുകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വീകാര്യയോഗ്യമായ സമയമായി കണക്കാക്കിയത് അവനവൻ്റെ യുവത്വകാലമാണ്. പലർക്കും യുവത്വം കഴിഞ്ഞിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല ആയുസ് നീട്ടിത്തരുന്നത് യുവത്വത്തിൽ എന്തെങ്കിലും വന്ന പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ്. ഇവിടെ ആയുസ് ഒരുപാട് നീട്ടിത്തരുന്നത് ഒരാളെയും അംഗീകരിച്ചു സമ്മതിച്ചു എന്നതിൻ്റെ തെളിവ് അല്ല. യുവത്വത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അല്ലാഹു തആല നൽകുന്ന നല്ല ഒരു തൗഫീഖാണ് യുവത്വത്തിന് ശേഷമുള്ള ജീവിതം. 15 മുതൽ 40 വരെ കണക്കാക്കുന്ന നല്ല ഒരു സമയം സഹോദരീ സഹോദരങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പാരത്രിക ലോകത്തേക്ക് സമ്പാദ്യം ഒരുക്കൂട്ടേണ്ട നേരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇബാദത്തിന് മൂല്യം നൽകുന്ന, പ്രതിഫലം നൽകുന്ന, കൂടുതൽ കൂടുതൽ സ്വീകാര്യത നൽകുന്ന, ബഹുമാനം നൽകുന്ന ആ പ്രായം അത് നന്മ നിറഞ്ഞ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടാനുള്ള കഴിവ് നേടിയെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവുക. ആ നല്ല സമയം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കാൻ സഹോദരീ സഹോദരന്മാരെ, അവർക്ക് നേതൃത്വം നൽകുന്ന രക്ഷിതാക്കൾ ആ രൂപത്തിൽ അവരെ സന്നദ്ധരാക്കി വളർത്തിയെടുക്കണം. നല്ല യുവാവ്, നല്ല യുവതി ഒരു കുടുംബത്തിൽ വളർന്നു വരണമെങ്കിൽ അതിനാദ്യമായി ഉണ്ടാവേണ്ടത് കാര്യക്ഷമമായി അവരെ പോറ്റി വളർത്തുന്ന, നല്ല വഴി അവർക്ക് കാണിച്ചു കൊടുക്കുന്ന നേതൃത്വം, ഉപ്പയും ഉമ്മയും അടങ്ങുന്ന കുടുംബം, നേതൃസ്ഥാനത്ത് നിൽക്കുന്ന തലവന്മാർ നല്ല മാർഗം കാണിച്ചു കൊടുക്കുന്നവരാകണം. നന്മയിലേക്ക് നമ്മുടെ മക്കളെ അടുപ്പിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ യുവത്വം നല്ല മാർഗത്തിലായി കഴിച്ചുകൂട്ടണമെങ്കിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം അതാണ്. ബാപ്പയും ഉമ്മയും നല്ല വഴിക്ക് നയിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും യുവതീ യുവാക്കളെ നന്മയിലേക്ക് കിട്ടുകയില്ല. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യം നമ്മെ ഉണർത്തി. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ഇവിടെ പിറന്നു വീഴുന്നത് വിശുദ്ധി സ്വീകരിക്കാനുള്ള നല്ല പക്വതയിലും പാകതയിലുമാണ്. ഏത് ചെറിയ കുട്ടിയും ദൂഷ്യതയിലേക്ക് പോകാനുള്ള കാരണമായി ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പഠിപ്പിക്കുന്നത് ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി.
അവരുടെ മാതാപിതാക്കൾ അവരുടെ വിശ്വാസരംഗത്തു നിന്നും സംസ്കാരത്തിൽ നിന്നും അവരെ മാറ്റിമറിക്കുന്നു. ഉപ്പയും ഉമ്മയും മാതൃകയായി നിന്നുകൊടുത്ത് നല്ല യുവത്വത്തെ ഓരോ കുടുംബത്തിലും സൃഷ്ടിച്ചെടുക്കണം. എങ്കിലേ നമ്മുടെ വിശുദ്ധ ദീനിന് കാവൽക്കാരായി നമ്മുടെ നാട്ടിലെ നല്ല യുവത്വങ്ങളെ നമുക്ക് ഭാവിയിൽ കാണാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ദീൻ മുറുകെ പിടിച്ച് ആത്മാർത്ഥമായി കൊണ്ടു നടക്കാനുള്ള കഴിവ് അവരിൽ ഉണ്ടാകണമെങ്കിൽ മാതൃക കാണിച്ചു കൊടുക്കേണ്ട നല്ലൊരു വിഭാഗം അവിടെ വേണം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കളിലേക്കത് ചേർത്തി പറഞ്ഞത് പ്രധാനമായും അനാവശ്യങ്ങൾ ബാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് പകർത്തിയെടുക്കുമ്പോൾ നല്ല യുവത്വം പിന്നീട് പിറന്നു കിട്ടുക പ്രയാസമാണ്. ഉപ്പയിൽ നിന്ന് ഉന്മയിൽ നിന്ന് നല്ല ഭാവങ്ങളാണോ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് ലഭിക്കുന്നത്, അൽഹംദുലില്ലാഹ് തീർത്തും അവർ യുവത്വം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്ഷിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നട്ടുവളർത്തി നല്ലവരായി വളർന്നു വരും. യുവത്വത്തിന് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന യുവതി യുവാക്കൾക്ക് വലിയ ബഹുമാനം അല്ലാഹു തആല സമ്മാനിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ അല്ലാഹു തആല ഏറ്റവും വലിയ ഉദാഹരണമായി പഠിപ്പിക്കുന്ന സംഭവമാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം. താടിയും മീശയും കിളിർത്ത് വരുന്ന കാലത്ത് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള പണവും സമ്പാദ്യവും അല്ലാഹു നൽകിയ കുടുംബത്തിലെ മക്കളാണ് 7 പേരും. നാട്ടിലെ ഏതോ ജീവിതത്തിന് വകുപ്പില്ലാത്ത ഫക്കീറന്മാരോ മിസ്കീന്മാരോ അല്ല. ജീവിക്കാൻ നല്ല അന്തസ്സോടെ സമ്പത്ത് അത്രമാത്രം നൽകി ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യവും നൽകിയ വലിയ വലിയ കുടുംബത്തിലെ ആ 7 സഹോദരങ്ങൾ, ചെറുപ്പക്കാർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രം ജീവിച്ചു മുന്നേറണമെന്ന് ചിന്തിച്ച് ഒരുങ്ങി പുറപ്പെട്ടപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ സഹായം എത്ര വലുതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. സധൈര്യം അധർമ്മത്തിനെതിരെ അവർ ഉറച്ചു നിന്നു. നമ്മുടെ നാട്ടിൽ നന്മ നിറഞ്ഞ യുവസമൂഹം അധർമ്മത്തിനെതിരെ ഉറച്ചു നിന്നാൽ ആർക്കും പിന്നെ അധർമ്മവും അരാജകത്വവും നാട്ടിൽ സൃഷ്ടിക്കാൻ കഴിയില്ല, ഒരു കാലത്തും കഴിയില്ല. അധർമ്മത്തിനെതിരെ ഏറ്റവും ശക്തമായി നിലകൊള്ളേണ്ടതും പ്രവർത്തിക്കേണ്ടതും യുവസമൂഹമാണ്. അവർക്കാണ് അതിന് ഏറ്റവും വലിയ ശക്തി ഉണ്ടാകേണ്ടത്. അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികൾ എന്ന് പറയുന്ന മഹാന്മാർ 7 പേരും നന്നേ ചെറുപ്പക്കാരാണ്. രാജാവിൻ്റെ മുന്നിൽ ശിക്ഷിക്കാൻ വേണ്ടി അവരെ കൊണ്ടുപോയി വരിവരിയായി നിർത്തിയപ്പോഴും ഒരുമിച്ച് നിന്നവർ പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ അധിപനായ അല്ലാഹുവാൻ, അവനെ അല്ലാതെ മറ്റാരെയും ഞങ്ങൾ ആരാധിക്കുകയില്ല. തീർച്ചപ്പെടുത്തിയവർ ഉറച്ച നിലപാട് പറഞ്ഞപ്പോൾ, ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ മനസ്സുകൾക്ക് നമ്മൾ നല്ല ബന്ധം നൽകി, ഐക്യം നൽകി. 7 കുടുംബത്തിലെ ചെറുപ്പക്കാർ ഒരേ കുടുംബത്തിലെ ഒരേ ബാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണോ? അല്ല. 7 കുടുംബങ്ങളിലെ 7 സഹോദരങ്ങൾ സത്യമാർഗത്തിൽ ഉറച്ചു നിന്ന് പ്രഖ്യാപിച്ചപ്പോൾ വലിയ സഹായമാണ് അല്ലാഹു അവർക്ക് നൽകിയത്. സത്യം അത് വിജയിക്കുന്നതിന് വേണ്ടി, അത് രക്ഷിക്കുന്നതിന് വേണ്ടി നാട് വിട്ടവർ പോകുമ്പോഴും അല്ലാഹുവോട് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. ആ പ്രാർത്ഥനക്ക് അല്ലാഹു വലിയ മഹത്വം നൽകി.
റബ്ബേ, നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് പ്രത്യേകം റഹ്മത്ത് വേണം. ഈ 7 ചെറുപ്പക്കാരെ മുന്നിൽ വെച്ചാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരാളെ നെടുകെ പിളർത്തിയിട്ട് 2 ഭാഗത്തേക്ക് 2 കഷ്ണങ്ങളാക്കി രാജാവ് ഭാഗിച്ചത്. പക്ഷേ രാജാവ് അങ്ങനെ ചെയ്യുന്ന ശിക്ഷ കണ്ടിട്ടും അവരെ മനസ്സ് കുലുങ്ങിയില്ല. ജീവിതം ആലോചിച്ചവര് പറഞ്ഞത് മാറ്റി പറഞ്ഞില്ല. ഉറച്ചു നിന്ന് സത്യമാർഗത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് നിന്നപ്പോൾ ഒരു തരി വെയിൽ കൊള്ളിക്കാതെ, ഒരൽപ്പം പോലും മഴ കൊള്ളിക്കാതെ, ഒരു ചൂട് പോലും ശരീരത്തിൽ ഏൽപ്പിക്കാതെ സുന്ദരമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിശ്രമം നൽകി. എത്രമാത്രം വലിയ ബഹുമാനങ്ങളാണ് അല്ലാഹു നൽകിയത്. കഴിഞ്ഞ കാലത്ത് എത്ര മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ലോകം മുഴുവനും ഖിയാമത്ത് നാൾ വരെ ആ ചെറുപ്പക്കാരെ അനുസ്മരിക്കണം, അവരുടെ മാർഗങ്ങൾ പിൻപറ്റണം, അവരെ കൊണ്ട് ഈമാനിന് ഊർജം നേടണം. അതുകൊണ്ടല്ലേ അവരെ പേരിൽ പ്രത്യേക അധ്യായം അല്ലാഹു കൊണ്ടുവന്നത്. അവരുടെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ലോകത്തിന് മുന്നിൽ അല്ലാഹു ഈ വിധം പഠിപ്പിച്ചത്. എത്രമാത്രം വലിയ ബഹുമാനമാണ് അല്ലാഹു അവർക്ക് നൽകിയത്. അവരെ തൊടാൻ പോലും അവർ നാട്ടിൽ നിന്ന് പോയി മറ്റൊരു ഭാഗത്ത് അവർ താമസിക്കുമ്പോ അവരെ ശരീരത്തെ ഒന്ന് തൊടാൻ പോലും അനുഭവിക്കാതെ കാണാൻ വരുന്ന ആളുകളുടെ മനസ്സിൽ അല്ലാഹു പേടിയിട്ട് കൊടുത്തു. പോകുന്നവരൊക്കെ പേടിയോടുകൂടെ പിന്തിരിയുകയാണ്. ഒരാളും അവരെ വിളിച്ചുണർത്താനോ ശല്യം ചെയ്യാനോ ഒരാളും തുനിഞ്ഞിട്ടില്ല. അത്രയും സുന്ദരമായ രൂപത്തിൽ, നല്ല രൂപത്തിൽ അല്ലാഹു അവർക്ക് ബഹുമാനം നൽകിയത്. താടിയും മീശയും കിളിർത്ത് വരുന്ന ചെറുപ്പകാലത്ത് തന്നെ സത്യമാർഗത്തിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് സത്യം മറ്റുള്ളവരോട് ഉദ്ഘോഷിപ്പിച്ച് തിന്മക്കെതിരെ അവർ വലിയ രൂപത്തിൽ തന്നെ പ്രതികരിച്ച് മുന്നോട്ട് നീങ്ങിയത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയൊരു ബഹുമാനമാണ്. ആ ബഹുമാനത്തിന്റെ പേരിൽ തന്നെ അവരുടെ കൂടെ നടന്ന ചെറിയ ഒരു ജീവിയായ നായക്കും അല്ലാഹു ബഹുമാനം നൽകി. ആ ചെറുപ്പക്കാരെ കൊണ്ട് കിട്ടിയ ബഹുമാനമാണ്. ആ ചെറുപ്പക്കാരുടെ ചരിത്രം യുവാക്കളുടെ ചരിത്രമാണ് ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മോട് ഓതാൻ വേണ്ടി പറഞ്ഞത്. അൽ കഹ്ഫ് സൂറത്തിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ അത് മനഃപ്പാടമാക്കിയവൻ ലോകത്തിന് ഏറ്റവും വരാനിരിക്കുന്ന ഒരു പരീക്ഷണമുണ്ട്, ദജ്ജാലിന്റെ ഫിത്ന. ദജ്ജാലിന്റെ ഫിത്ന ഏറ്റവും അധികം പരീക്ഷണമായി വരുന്നത് നമ്മുടെ സാമ്പത്തിക രംഗത്തല്ല, സൗകര്യങ്ങളുടെ രംഗത്തല്ല, ഈമാനികമായ രംഗത്താണ്. ഫിത്നത്തുൽ മസീഹി ദജ്ജാൽ എന്നും നമ്മൾ കാവൽ ചോദിക്കുന്നില്ലേ? ആ കാവലിന് കാരണമാക്കി അല്ലാഹു വെച്ചു. അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന സൂറത്തുൽ കഹ്ഫിന്റെ 10 ആയത്തുകൾ മനഃപ്പാടമാക്കി അത് ഓതിക്കൊണ്ടിരിക്കുന്നവന് ഈമാനികമായി വലിയ കാവലാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ച ദിവസം അത് ആവർത്തിച്ച് ഓതൽ സുന്നത്താക്കിയത്. ഒരു തവണ ഓതി നിർത്തരുത്, കഴിവിന്റെ പരമാവധി 3 പ്രാവശ്യമെങ്കിലും ഓതണം. നമ്മുടെ ഈമാനിന്റെ വളർച്ചക്കും ഉയർച്ചക്കും വേണ്ടി ഏറ്റവും സുന്ദരമായ രീതിയിൽ ഈ ചരിത്ര തലങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ നമ്മുടെ നാട്ടിലെ യുവസമൂഹം ചിന്തിക്കേണ്ടത് എത്രമാത്രം വലിയ ബഹുമാനമാണ് അല്ലാഹു അവർക്ക് നൽകിയത്. 300 കൊല്ലത്തെ വിശ്രമ ജീവിതത്തിൽ എത്ര വലിയ സന്തോഷമാണ് അല്ലാഹു അവർക്ക് നൽകിയത്. ആ 300 കൊല്ലത്തെ ജീവിതം കഴിഞ്ഞ് അവരൊരു പുനരുദ്ധാരണം പോലെ പുറത്തേക്ക് അല്ലാഹു കൊണ്ടുവരുമ്പോൾ ആ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ നാട് വിട്ട് ഈമാനിനെയും ഇഖ്ലാസിനെയും സംരക്ഷിച്ചതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അവർ മുഖേന അല്ലാഹു തആല ഈമാനിന്റെ സ്ഥിരത നൽകിയത്. അവർ പുറത്തു വരുന്ന കാലത്ത് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് ഏറ്റവും വലിയ പേടിയിലാണ്. ആ രാജാവ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ, നിന്റെ ഭാഗത്ത് നിന്ന് ഈ സമുദായത്തിന്റെ മനസ്സിലുള്ള സന്ദേഹം, അവർക്ക് വരുന്ന സംശയം, പുനരുദ്ധാരണം ഉണ്ടോ എന്നാണ് ആളുകൾ സംശയിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ തന്നെ, അതെ, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കുന്നവർ തന്നെ നല്ലൊരു ശതമാനം ആളുകളുടെ മനസ്സിലും ആശങ്ക, മരിച്ചതിന് ശേഷം പിന്നൊരു ജീവിതമുണ്ടോ?
ആ ആശങ്കക്ക് മറുപടി നൽകി ഈ ഗുഹാവാസികൾ പുറത്തു വന്നപ്പോൾ വകദാലിക അസർനാ അലൈഹിം ലിയഅലമൂ അന്ന വഅദല്ലാഹി ഹഖ് വഅന്ന അസ്സാഅത ലാ റൈബ ഫീഹാ ഇദ് യതനാസഊന ബൈനഹും. അതേ, അവർക്കിടയിൽ അഭിപ്രായ ഭിന്നത വന്ന വിഷയമാണ്. മരിച്ചതിന് ശേഷം ഇനിയൊരു ജീവിതമോ? അത് ശരിക്ക് അവരെ മനസ്സിലങ്ങ് തറുവാക്കാൻ വേണ്ടി, നന്നായി കെട്ടിയുറപ്പിക്കാൻ വേണ്ടി അസർനാ അലൈഹിം, ഈ ഗുഹാവാസികളെ നമ്മൾ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നു. അവരെ ലോകത്തിന്റെ മുന്നിൽ നമ്മൾ വെളിവാക്കി. അവരിൽ നിന്ന് ലോകം പഠിച്ചത് ഏറ്റവും വലിയ ആത്മീയതയാണ്. എൻ്റെ സഹോദരന്മാരോട്, സഹോദരിമാരോട്, ആത്മീയ രംഗത്ത് മുന്നേറുന്ന യുവാക്കളോട്, യുവസമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് നല്ല രൂപത്തിൽ അധ്വാനിക്കുന്ന ഉപ്പമാരോട്, ഉമ്മമാരോട് ഞാൻ ആദ്യമായൊരു വിഷയം പറയട്ടെ. നമ്മുടെ മാർഗം നല്ല മാർഗമായിരിക്കണം. നമ്മെ കണ്ട് ജീവിക്കുന്ന യുവതീ യുവാക്കൾ നല്ല സ്വഭാവത്തിലും നല്ല ഇബാദത്തിലും വളർന്നു വരാൻ, നന്മ നിറഞ്ഞവരാകാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായി നമ്മൾ ആലോചിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ഒരു യുവാവിന് എല്ലാ ഘട്ടങ്ങളിലും നന്മ വേണോ? അവൻ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട വിഷയം, അവന്റെ ആത്മീയമായ മേഖലകളിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, അസ്ഹാബുൽ കഹ്ഫ് ശ്രദ്ധിച്ചൊരു വിഷയമുണ്ട്. അവർ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റപ്പോ, ഭക്ഷണത്തിന് ആവശ്യം വന്നപ്പോ, കൂട്ടത്തിൽ ഒരാളെ കയ്യിലുള്ള ചെറിയ നാണയങ്ങളും കൊടുത്ത് പറഞ്ഞേക്കുമ്പോ കൊടുത്തൊരു ഉപദേശമുണ്ട്. ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമൻ ഫല്ലഅതികും ബിരിസ്ഖിൻ മിൻ. കഴിക്കാൻ പറ്റിയ ഹലാലായ ഭക്ഷണം നോക്കിക്കൊണ്ടുവരണം. തീർത്തും ഹലാലായത് മാത്രം ഭുജിക്കണം. കുട്ടിക്കാലം മുതൽക്ക് അങ്ങനെ ഭക്ഷിപ്പിക്കണം. എങ്കിലേ നല്ല യുവാക്കളും നല്ല യുവതികളും നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും സംജാതമാകൂ. ഒരു തർക്കവും ആ വിഷയത്തിലില്ല. ഏറ്റവും വലിയ അധ്വാനമാണത്, ചെറിയ അധ്വാനമൊന്നുമല്ല. കാശ് കൊടുത്ത് പറഞ്ഞേക്കുമ്പോൾ അവരുടെ ഉപദേശം, നമ്മൾ ഇത്രയും കാലം ചൊല്ലിയ തസ്ബീഹ്, അതിൻ്റെ ആ ഒരു ആത്മീയത, അതിൻ്റെ ആ ഒരു മധുരാനുഭവം നഷ്ടപ്പെടരുത്. അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന് കുറവ് വരരുത്. അതിനൊക്കെ കുറവ് വരും കഴിക്കുന്നതും കുടിക്കുന്നതും നന്നാവാതിരുന്നാൽ. ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമൻ ഫല്ലഅതികും ബിരിസ്ഖിൻ മിൻ. ബാപ്പയും ഉമ്മയും യഥേഷ്ടം സമ്പത്ത് മക്കളിലേക്ക് ഒഴുകി. അവർ ഓരോ സമയത്തും റോട്ടിലേക്ക് ഇറങ്ങി, അറുത്തതാണോ ചത്തതാണോ നോക്കാതെ എല്ലാ ടൈമിലും ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ മട്ടൻ ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ അടിച്ചു മാറി തിന്നുകയാണ്. ഇത് തിന്നാൻ പറ്റിയതാണോ അല്ലേ എന്നുള്ള, കയ്യിൽ കാശുണ്ടോ ഇല്ലയെന്ന് ഒറ്റ നോട്ടേ ഉള്ളൂ. ഏതാ വകുപ്പ് എന്നുള്ളൊരു നോട്ടം കൂടിയില്ല. അതുകൊണ്ട് മക്കൾ കേടുവരും, ആണും പെണ്ണും കേടുവരും. ഇഷ്ടം പോലെ നിങ്ങളൊന്ന് ഇറങ്ങി നോക്കൊരു 11 മണിക്ക് പൊരിച്ച വാസന വരുന്ന എല്ലാ കടയുടെയും മുന്നിലൊന്ന് പോയി നിന്ന് നോക്കൂ, കണക്കെടുക്കാൻ കഴിയും. രാത്രി 2 മണി വരെ 3 മണി വരെ ഏറ്റവും അധികം അവിടെ സമീപിക്കുന്നത് ആരാ? 15 മുതൽ 40 ഇടയിൽ പ്രായമുള്ള നല്ല കരുത്തുറ്റ യുവസമൂഹം. ആണുണ്ട്, പെണ്ണുണ്ട്. അവർ ഭക്ഷിക്കുന്ന ഭക്ഷണങ്ങൾ ശരിയല്ല. പിന്നെ ഇവിടുന്ന് ഇബാദത്തിന് രൂപപ്പെട്ടു വരും. ആത്മീയമായ പരിവേഷം എങ്ങനെ മനസ്സിൽ വരും? നന്മയോടുള്ളൊരു പ്രതിബദ്ധത അവരെ മനസ്സിൽ എങ്ങനെ ഉണ്ടായിത്തീരും? എങ്ങനെ അതിൽ സഹകരിക്കാനും സംബന്ധിക്കാനും കഴിയും? ആദ്യമായിട്ട് ഉണ്ണുന്നത് നന്നാകണം. ഫല്ലഅതികും ബിരിസ്ഖിൻ മിൻ. വെറുതെ പറഞ്ഞതല്ല ഉപദേശം. ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമൻ. ഭക്ഷണത്തിന് ഒരാളെ പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞു, ഭക്ഷിക്കാൻ നമുക്ക് പറ്റിയത്, ഹലാലായത്. ഹലാൽ എന്ന അക്ഷരങ്ങൾ എഴുതി കുറിച്ചതല്ല, നിയമപരമായിട്ട് വിശുദ്ധ ദീനിന്റെ നിയമപരമായിട്ടുള്ള ഹലാല് എഴുതിയത് ഒരുപാട് അങ്ങനെ കാണും. എഴുതിയതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിയമപരമായിട്ട് വസ്തുതാപരമായിട്ട് ദീൻ പഠിപ്പിക്കുന്ന ഒരു ഹലാലില്ലേ, ആ ഹലാൽ അത് അന്വേഷിക്കണം. അല്ലെങ്കിൽ പറ്റിയത് മാത്രം ഭക്ഷിക്കണം. അങ്ങനെയാണോ സഹോദരങ്ങളെ? നിങ്ങൾ നോക്ക്. അതുകൊണ്ടാ മക്കൾ അനുസരിക്കാത്തത്. നമ്മൾ ആ വിഷയത്തിൽ നല്ല ശ്രദ്ധാലുക്കളാകണം. പഴയ കാലത്തൊക്കെ നാട്ടിലെ ഉപ്പമാര് ഉമ്മമാര്
അവർക്ക് ഈ ഇറച്ചി വാങ്ങലല്ല ലക്ഷ്യം, ഉണ്ണാൻ പറ്റുന്ന ഇറച്ചി വാങ്ങലാണ് ലക്ഷ്യം. ഇന്ന് കിലോ തൂക്കിയിട്ട് ഇറച്ചി ഇങ്ങോട്ട് കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. ഇനി അറുത്തിട്ടില്ല, അറുക്കേണ്ടി വന്നിട്ടില്ല, അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ട്, അതൊന്നും നോക്കേണ്ടയില്ല. ഇങ്ങനെ കാണുമ്പോൾ ഇറച്ചിയാണോ വാങ്ങിയാൽ മതി. അത് പറ്റൂല. അവിടെയാണ് മുഴുവൻ വിഷയങ്ങളും കേടുവരുന്നത്. മുഴുവൻ പ്രശ്നങ്ങൾക്കും വിഷയം വരുന്നത് അവിടെയാണ്. യുവത്വ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും വളരെയധികം ശ്രദ്ധിച്ചൊരു ശ്രദ്ധ അതല്ലേ. മഹാന്മാരുടെ തിളക്കമാർന്ന യുവത്വം മുഴുവനും ഒന്ന് എടുത്തു നോക്കൂ നിങ്ങൾ. ഏറ്റവും അധികം ശ്രദ്ധിച്ചത്, ഏറ്റവും അധികം സൂക്ഷിച്ചത് ആ ഒരു വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയും. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ നല്ല പ്രസരിപ്പുള്ള കാലത്ത് അവരൊരു വിഷയം ഒന്ന് ആജ്ഞാപിച്ചാൽ മതി, ഇഷ്ടമുള്ളത് കൊണ്ടുവന്നു കൊടുക്കും. പക്ഷേ മുന്നിലെത്തുമ്പോൾ ആദ്യം അന്വേഷിച്ചിട്ടേ, ശരിയായ നിലക്ക് ഉറപ്പ് കിട്ടിയിട്ടേ അത് ഭക്ഷിക്കുകയുള്ളൂ, കുടിക്കുകയുള്ളൂ. ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, 100% ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. പഴയ കാലത്തൊക്കെ നാട്ടിൽ ആരെങ്കിലും ഒരറവ് നടത്തിയാൽ വാങ്ങാൻ പോകുന്നവർ മുഴുവനും ചോദിക്കും, ആരാ അർത്ഥത് കേൾക്കൂലേ? അങ്ങനത്തെ ചോദ്യം കേൾക്കാണ്ടെങ്കിൽ കേട്ടെങ്കിലും ഒന്ന് മൊബൈലിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് വിടുന്നുണ്ട്. പഴയ കാലത്തൊക്കെ ചോദിക്കൂ, ആരാ അർത്ഥ് ചോദിക്കും. പോത്തിങ്ങനെ റെഡിയായി കിടക്കും, ആരാ അർത്ഥ്? അത് നമ്മളെ ഇവിടെ നമ്മളെ മറ്റേ ഉസ്താദാണ്. ഉസ്താദ് അർത്ഥ്. ഒരു ഗ്രന്ഥു ആരാ അർത്ഥം അറിയില്ലേ? എന്നാൽ തൽക്കാലം ഒന്ന് പച്ചക്കറി ആക്കാം, തിരിച്ചു പോകും. അവരെ ഈമാൻ, നമ്മളത്ര ABCDയും വിദ്യാഭ്യാസവും ഭാഷാ വൈപുല്യം അവർക്കില്ല. പക്ഷെ അവർക്ക് കറകളഞ്ഞ ഈമാനും ഇഖ്ലാസും ഉണ്ട്. അതിൻ്റെ മേൽവിലാസത്തിലാണ് ആ ചോദ്യം. തീർത്തും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്, എൻ്റെ മക്കൾ ഭക്ഷിക്കുന്നത്, എൻ്റെ കുടുംബം ഭക്ഷിക്കുന്നത് ആ രീതിയിൽ തീർത്തും ശരിയാകണം. അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടതാണ്. മക്കളെ മാത്രം കുറ്റം പറയുന്നിടത്ത് ഞാനൊരു നിലക്കും സപ്പോർട്ട് നിൽക്കാൻ ആളല്ല. അങ്ങനെ പറയും പലരും, ഉസ്താദേ നമ്മൾ എത്ര അധ്വാനിച്ചു കൊടുത്താലും, നമ്മൾ എത്ര ഉണ്ടായി കൊടുത്താലും കുട്ടികളങ്ങനെ നന്നാകുന്നില്ല. ആദ്യമായിട്ട് ഈ പടി ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു നിലക്കും പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണാൻ കൊടുക്കുന്നത്, ഭക്ഷിക്കാൻ കൊടുക്കുന്നത് ലെവലാകണം. എങ്കിലേ നല്ല രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ നന്നായി കിട്ടുകയുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധരായ മഹാന്മാർ ആരാണ്? അംബിയ, മുർസലുകളല്ലേ ഏറ്റവും മഹത്വമുള്ളവർ. മുർസലുകൾക്കല്ലേ അള്ളാഹു വലിയ മഹത്വം നൽകിയിട്ടുള്ളത്. അവരെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഉപദേശം കണ്ടില്ലേ? യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. മുർസലീങ്ങളെ, നമ്മൾ തന്നത് മുഴുവനും നിങ്ങൾ ഭക്ഷിക്കരുത്. ഹലാലിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾ ഭക്ഷിക്കണം. വഅമലൂ സ്വാലിഹാ, സുകൃതങ്ങൾ പ്രവർത്തിക്കണം. നല്ല പ്രവർത്തനങ്ങൾ വരണോ? നല്ലത് ഭക്ഷിച്ചെങ്കിലേ വരൂ, അല്ലെങ്കിൽ നല്ല പ്രവർത്തനം വരൂല. നല്ല അനുസരണവും നല്ല ബുദ്ധിയും നല്ല ശുദ്ധിയും നല്ല മികവും കിട്ടുകയില്ല. ഇതേ അഭ്യർത്ഥന വിശ്വാസികളായ നമ്മോടും അല്ലാഹു നടത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. മുഅ്മിനീങ്ങളെ, നാം നൽകിയതിൽ നിന്ന്, ഹലാലിൽ നിന്ന് മാത്രം ഭക്ഷിക്കുക. എന്നിട്ട് അള്ളാഹുവിന് നിങ്ങൾ ശുക്ർ ചെയ്യുക. അള്ളാഹുവിന് യഥാർത്ഥ ശുക്ർ ചെയ്യുന്ന ആളായി കിട്ടണമോ? ഭക്ഷിക്കുന്നത് തീർത്തും അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിലാകണം. അല്ലാത്തതൊന്നും ഭക്ഷിക്കരുത്. ഉദാഹരണമായി പറയട്ടെ, വിശുദ്ധ ദീൻ ഏറ്റവും കൂടുതൽ വിലക്കിയതല്ലേ പന്നിമാംസം? വെച്ച് വിളമ്പുന്ന ഹോട്ടലാണെങ്കിൽ അവിടുന്ന് സഹോദരങ്ങളെ ഒരു വെള്ളം കുടിക്കാനോ ഒരു ചായ കുടിക്കാനോ വേറെ ഏതെങ്കിലും ഒരു ചോറ് കഴിക്കാനോ നമുക്കൊരു നിലക്കും കഴിയില്ല. കാരണം നജസ് അപ്പുറത്തും ഇപ്പുറത്തും ആകാനുള്ള സാധ്യത
ഏറ്റവും കൂടുതലാണ്. നമ്മൾ ഹോട്ടലുകാരെ പഠിക്കുകയല്ല, വിശുദ്ധ ദീന് നമ്മെ പഠിപ്പിക്കുന്ന ദർശനം അങ്ങനെയാണ്. ഒരു നിലക്കും നമുക്ക് അനുവദനീയമല്ലാത്തൊരു സംഗതിയല്ലേ അത്. അതാണോ വെച്ച് വിളമ്പുന്നത്, ഫ്രീ ആക്കി കൊടുക്കുന്നത്? എങ്ങനെയാണ് അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നത്? എങ്ങനെയാണ് അവിടെ നിന്ന് ചായ കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്? അവരെ ഒന്ന് തൊട്ട് മറ്റൊന്നിലേക്കാകുമ്പോഴേക്ക് അത് നജസായില്ലേ? നജസ് നീങ്ങണമെങ്കിൽ അതിൻ്റെ ഷർത്ത് പ്രകാരമുള്ള ശുദ്ധീകരണം നടത്തേണ്ടതില്ലേ? അത് നടത്താത്ത കാലത്തോളം നജസ് നീങ്ങുമോ? ഇല്ലല്ലോ, ഒരു കാലത്തും നീങ്ങില്ലല്ലോ. അപ്പൊ അത് ഓരോ പാത്രത്തിലേക്കും ഓരോന്നിലേക്കും അങ്ങനെ പകർന്നു പോകില്ലേ? ഇങ്ങനെ ചിന്തിക്കുമ്പോ എന്തെല്ലാം വിഷയങ്ങൾ ആലോചിക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നജസ് വൃത്തിയാക്കേണ്ടത് എങ്ങനെയെന്നറിയാത്തവൻ അവനൊരു ഭക്ഷണവും ഒരു വിഷയവും വെച്ചുണ്ടാക്കുന്നതിലും അതേ രൂപഭാവം വരും. അവിടെയും ശ്രദ്ധിക്കണം, അവിടെയും സൂക്ഷിക്കണം. നജസ് വൃത്തിയാക്കാൻ അവന് അറിയില്ല. സ്വന്തം നജസും വൃത്തിയാക്കി ശീലമില്ല, മറ്റുള്ള നജസും വൃത്തിയാക്കാൻ കഴിയില്ല. അവനാണ് ഈ രൂപത്തിലൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്കത് പോയി ഭക്ഷിക്കാനും ഉണ്ണാനും പറ്റുമോ? ഇല്ലല്ലോ. അവിടെയാണ് അസ്ഹാബുൽ കഹ്ഫ് നേരത്തെ നിർദ്ദേശം നൽകിയത്. കിട്ടുന്ന മാംസം വാങ്ങാനല്ല പറഞ്ഞത്, കിട്ടുന്ന ഭക്ഷണം വാങ്ങാനുമല്ല ഉപദേശിച്ചത്. ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ യുവസമൂഹം നന്നാകുന്നതിന്റെ പിന്നിൽ കുടുംബത്തിലെ തലവന്മാരായ ബാപ്പയും ഉമ്മയും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. രണ്ടാമത്തെ ഒന്ന്, നന്മയുടെ ഉപദേശങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുക്കണം. നന്മയുടെ വക്താക്കളായോ സമൂഹം മാറണമോ, നല്ല ഉപദേശം അവരിലേക്ക് പകർന്നു കൊടുക്കണം. ഉപദേശത്തിനും ഇന്ന് കുറവുണ്ട്. ഉപദേശം ഒരിക്കലും കുറഞ്ഞുകൂടാ. ഏതെങ്കിലും ഒരു ചെറിയ രൂപത്തിൽ കളവാകാൻ സാധ്യതയുള്ളൊരു വാക്ക് മകനിൽ നിന്നോ മകളിൽ നിന്നോ കേൾക്കുന്ന സമയം കളവിന്റെ ഗൗരവം പറഞ്ഞു ഉപദേശിക്കണം. എന്തെങ്കിലും ഒരു തിന്മ കാണുമ്പോ ആ തിന്മ നിർത്തുന്ന രൂപത്തിൽ മനസ്സിന് തട്ടുന്ന നല്ല ഉപദേശം കൊടുക്കണം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ യുവാവായ മകനോട് ആദ്യമായി നൽകിയ ഉപദേശം കണ്ടില്ലേ? യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. അല്ലാഹുവിനെയാണ് ആദ്യമായി മനസ്സിൽ നൽകുന്ന ഉപദേശം. ഒരു ചെറിയ കടുകുമണിയുടെ തൂക്കം, അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയാത്ത അത്രയും ചെറിയൊരു അണു, ആ അണുവിന്റെ അത്രയും തൂക്കത്തിലാണോ നീ ഒരു കാര്യം ചെയ്യുന്നത്? അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, ഫതകും ഫീ സഖറ, ആരാരും കാണാത്തൊരു പാറക്കെട്ടിന്റെ ഉള്ളിൽ വെച്ചാണ് നീ കൃത്യം ചെയ്യുന്നത്. ആരാരും അറിയാത്തൊരു മലമ്പ്രദേശത്താണ് നീ ഇത് നിർവഹിക്കുന്നത്. ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്, ആകാശത്തിലോ ഭൂമിയിലോ എവിടെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം കൃത്യമായി അറിയും. റബ്ബിലേക്ക് ആ വിഷയം ശരിയായ രൂപത്തിലെത്തും. അല്ലാഹു ആ വിഷയത്തിന്റെ കാര്യം ഒന്നും വിട്ടുപോകാത്ത രൂപത്തിൽ തന്നെ അല്ലാഹു അറിയും. അവിടെ എല്ലാം അല്ലാഹുവിന്റെ സാമീപ്യമുണ്ട്, നോട്ടമുണ്ട്. അല്ലാഹുവിന്റെ നോട്ടം എപ്പോഴും നിന്റെ മനസ്സിൽ ചിന്ത വേണം മോനെ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ഉപകരണങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തതും അതീവ സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹ്. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന വികാരങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ഉപകരണങ്ങളുണ്ടോ? ഒരു മനുഷ്യന്റെ മനസ്സിൽ ചിന്തിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും പദ്ധതി ആവിഷ്കരിക്കുന്നതും ഒന്ന് ഒപ്പിയെടുക്കാൻ പറ്റുന്ന വല്ല ഉപകരണങ്ങളുമുണ്ടോ? ഹിപ്നോട്ടിസം വരെ പലതിലും തോറ്റുപോകാറില്ലേ? അത്രയും രഹസ്യങ്ങളല്ലേ പലരും സൂക്ഷിക്കുന്നത്. എന്നാൽ ആ രഹസ്യം അറിയുന്നവനാണ് അല്ലാഹ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അതിസൂക്ഷ്മമായ അറിവുള്ളവനാണ്, ആന്തരിക രഹസ്യങ്ങൾ മുഴുവനും അറിയുന്നവനാണ് മോനെ. അല്ലാഹുവിനെ നീ നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. അതുകൊണ്ടാ മോനോട് പറഞ്ഞത്, മോനെ, ഒരു തെറ്റ് ചെയ്യണമെന്ന് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹു നിന്നെ നിരീക്ഷിക്കാത്ത, അല്ലാഹു അറിയാത്ത ഒരിടം എവിടെയെന്ന് നീ അന്വേഷിച്ചോ.
എന്നിട്ട് നീ ആ തെറ്റിന് വേണ്ടി പദ്ധതി ആവിഷ്കരിച്ചോ? ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ തന്റെ മോനോട് നൽകിയ ഉപദേശങ്ങളിൽ ഒന്നാണ്, എപ്പോഴെങ്കിലും നിന്റെ മനസ്സിൽ ഒരു അധർമ്മത്തിന്റെ ചിന്ത വരികയാണെങ്കിൽ, അങ്ങനെ ഒരു പദ്ധതി നീ ആവിഷ്കരിക്കുകയാണെങ്കിൽ, ആദ്യം നീ ആലോചിക്കേണ്ടത് അള്ളാഹു കാണാത്ത, അള്ളാഹു അറിയാത്തൊരു ഇടം എവിടെ, എന്നിട്ട് വേണം നീ ആ വിഷയത്തിലേക്കൊന്നു മുതിരാൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണത്തെ സംബന്ധിച്ച് ശരിയായൊരു ചിത്രമാണ് തന്റെ മോന് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാ വിഷയങ്ങളും നീ ചെയ്യുമ്പോഴും നീ ആവിഷ്കരിക്കുമ്പോഴും നാട്ടുകാരറിഞ്ഞില്ലെങ്കിലും അത് നീ പ്രശ്നമാക്കണ്ട, വീട്ടുകാരറിഞ്ഞില്ലെങ്കിലും നീ വിഷയമാക്കണ്ട, ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അല്ലാഹു അറിയും. ആ ഒരു ചിന്തയാണ് എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാകേണ്ടത്. ഒന്നാമതായി കൊടുക്കുന്ന ഉപദേശം ഇതാണ്. എത്രമാത്രം കനമാർന്ന ഉപദേശം! അത് ചെയ്യുന്നത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറ, എത്ര രഹസ്യമായിട്ടാണെങ്കിലും മോനെ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിനെ ശ്രദ്ധിക്കണം. നീ എന്ത് അധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അല്ലാഹുവിന്റെ അറിവുണ്ട്, അല്ലാഹുവിന്റെ നിരീക്ഷണം ഉണ്ട്. അത് ശരിയായ നിലക്ക് നീ വിലയിരുത്തണം. നല്ലൊരു മാർഗമാണ്, നല്ലൊരു ഉപദേശമാണ് ഈ കൊടുത്തത്. യാ ബുനയ്യ അഖ്മിസ്സലാ. നല്ല യുവതി യുവാക്കളെ സൃഷ്ടിക്കുമ്പോൾ ഉപ്പമാര് ഉമ്മമാര് ഉപദേശിക്കേണ്ട രണ്ടാമത്തെ വിഷയം, കുഞ്ഞുമോനെ എപ്പോഴും നിസ്കാരം നിലനിർത്തണം. അഖ്മിസ്സലാ, നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്, നിസ്കാരം നിലനിർത്തണം. കൃത്യമായും നിത്യമായും അത് നിർവഹിക്കണം. നല്ലോണം നിസ്കരിക്കുന്ന യുവാവാണോ, നല്ലോണം നിസ്കരിക്കുന്ന പെങ്ങളാണോ, ഏറെക്കുറെ വിശ്വസിക്കാൻ പറ്റും. കാരണം നിസ്കാരം അതൊരു മനുഷ്യന്റെ നന്മയുടെ എല്ലാ ഭാവുകങ്ങളുടെയും തെളിവാകുന്നൊരു അടയാളമാണ്. പല തിന്മകളും പലരിലും ഉണ്ടായിട്ടും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലൈസ ഹുവ യുസല്ലി, നിസ്കരിക്കുന്ന ആളല്ലേ? ചില തിന്മയുടെ അധർമ്മങ്ങളുടെ കേസ് വരുമ്പോഴൊക്കെ യുവതി യുവാക്കളിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ ചോദ്യമാണ്, നിസ്കരിക്കുന്ന ആളല്ലേ? അതൊരു ചോദ്യം തന്നെയാ. നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അതിനൊരു പ്രത്യേകത വേറെ തന്നെയുണ്ട്, ചെറിയ പ്രത്യേകതയല്ല. നിസ്കരിക്കാത്ത ആളാണോ, ആണാണോ പെണ്ണാണോ, അവന്റെ യുവത്വം വെറുതെയാണ്. അത് വെറുതെ തുലക്കാണ്, അതിൽ കാര്യമില്ല. നിസ്കാരം അടിസ്ഥാനപരമായിട്ട് വേണ്ട, നട്ടുപിടിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാനത് നീട്ടിപ്പരത്തി പറയുന്നില്ല. അഖ്മിസ്സലാ, കൃത്യമായും നിത്യമായും അത് നിർവഹിക്കാനുള്ള നല്ല കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. ഒരു വിഷയത്തിലും ഒരു പ്രശ്നത്തിലും ഒരു കാര്യത്തിലും നമുക്ക് കുടുങ്ങേണ്ടി വരില്ല. എല്ലാ വിഷയത്തിലും വിജയിക്കാൻ കഴിയും. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ജീവിച്ച ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം യുവത്വ പ്രായം കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ഈസാ നബി അലൈഹിസ്സലാമിന് ഉയർത്തപ്പെട്ടു. ഇനിയും ശേഷിക്കുന്ന യുവത്വകാലം മഹാനവറുകൾക്ക് പൂരിപ്പിക്കാനും പൂർത്തീകരിക്കാനുണ്ട്. അവർ കുഞ്ഞിളം കാലത്ത് നൽകിയ, എനിക്കെൻ്റെ അള്ളാഹു നൽകിയ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മഹാനവറുകൾ തൊട്ടിലിൽ കിടന്നുകൊണ്ട് മറ്റുള്ളവരെ മുന്നിലേക്ക് വിളിച്ചറിയിച്ച സന്ദേശം. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ല സംഭാവനകളും സഹായങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ പരിപാടിക്ക് വേണ്ടി നേരത്തെ സഹകരിച്ചതുപോലെ അതിനേക്കാൾ ഉപരിയായി എല്ലാവരും നല്ല രൂപത്തിൽ സഹകരിക്കണം. നേരത്തെ നമ്മുടെ ദാരിമി ഉസ്താദ് അവർ ഓർമ്മപ്പെടുത്തിയതുപോലെ കമ്മിറ്റിക്കാരും മറ്റൊക്കെ ഉദ്ദേശിക്കുന്ന നല്ല പദ്ധതികളൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ ബാലൻസ് വരണമല്ലോ, ചിലവൊക്കെ കഴിച്ച്. ഇൻഷാ അല്ലാഹ് അതിലേക്കെല്ലാവരും സഹകരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണിനെയും പെണ്ണിനെയും നല്ല ഉപദേശങ്ങൾ തങ്ങൾ നൽകി വളർത്തിയത്. നിസ്കാരം നല്ല യുവത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. നല്ല യുവാവാണോ നല്ല യുവതിയാണോ അത് തീരുമാനിക്കുന്നൊരു പ്രധാനപ്പെട്ട തെളിവാണ് നിസ്കാരം.
ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഏറ്റവും അധികം മഹാനവറുകൾ സങ്കടപ്പെട്ടൊരു നേരം ദമഷ്കസിലേക്ക് മഹാനവറുകൾ ഒരു യാത്ര പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമ് വരുന്നു എന്ന നിലക്ക് ദമസ്കസിൽ ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകി. ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആദ്യം എത്തിയത് ദമസ്കസിലെ ഒരു പള്ളിയിലാണ്. ആ പള്ളിയിലെത്തിയപ്പോൾ മഹാനവറുകൾ പള്ളിയുടെ അകത്തേക്ക് നോക്കിയിട്ട് കരഞ്ഞുപോയി. വാങ്ക് വിളി കഴിഞ്ഞു, പക്ഷേ പള്ളിയിൽ എവിടെയും ആളെത്തിയതായി കാണുന്നില്ല. മഹാനവറുകളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? മഹാനവറുകൾ പറഞ്ഞു, ഒന്നിനുമല്ല, ഞാൻ ഈ ഡമസ്കസ് പട്ടണത്തിലൂടെയാണ് ഇങ്ങോട്ട് വന്നത്. ഈ വാങ്ക് വിളി എവിടെയെല്ലാം മുഴങ്ങിയിട്ടുണ്ടാകുമല്ലോ, പക്ഷേ വാങ്ക് വിളിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായി ഞങ്ങളൊക്കെ മദീന പള്ളിയിൽ വരി വരിയായി വരുന്നത് ഞാനിങ്ങനെ ആലോചിച്ചു പോയി. സൗകര്യങ്ങൾ കുറഞ്ഞ ആ കാലഘട്ടത്തിലും മദീനയിൽ നിസ്കരിക്കാൻ ആളുകൾ കാണിച്ചിരുന്ന അത്ര ആവേശം ഒന്നിനും ഉണ്ടായിരുന്നില്ല. ഇന്നോ ആളുകൾക്ക് എത്ര സൗകര്യങ്ങൾ കൂടുതലുണ്ട്. ഏറ്റവും അധികം ആവേശത്തിന് കുറവായി വരുന്നത് നിസ്കാരമാണല്ലോ. ഇത്ര നേരമായിട്ടും ഈ പള്ളിയിൽ ജനം നിറഞ്ഞിട്ടില്ലല്ലോ. അത് ആലോചിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ 10 വർഷക്കാലം ഖാദിമായി നടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എപ്പോഴും യാത്രയിലും അല്ലാത്തപ്പോഴും കൂടെയുണ്ടായിരുന്ന ആ നല്ല ചെറുപ്പക്കാരനായ സ്വഹാബി ഏറ്റവും അധികം തങ്ങളിൽ നിന്ന് കണ്ട കാർക്കശ്യവും തങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന ഉപദേശവും നിസ്കാരത്തിന്റെ വിഷയം തന്നെയാണ്. നിസ്കാരത്തിന്റെ വിഷയം കാർക്കശ്യമായി തങ്ങൾ ഉപദേശിച്ചതുപോലെ ഉപദേശിച്ചൊരു കാര്യം നമുക്ക് കാണാൻ കഴിയില്ല. ഏറ്റവും നല്ല അർത്ഥത്തിൽ അത് ഉപദേശിക്കാനുള്ള കാരണം സുബ്ഹാനല്ലാഹ്, നിസ്കാരം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയ ശേഷം ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് രണ്ടാമതായി കൊടുക്കുന്ന നിർദ്ദേശം, യാ ബുനയ്യ അഖിമിസ് സ്വലാ, കുഞ്ഞുമോനെ, പൊന്നുമോനെ, നിസ്കാരം കൃത്യമായി നീ നിലനിർത്തണം. എൻ്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ, എത്ര വലിയ പഠനങ്ങൾ മക്കളെ പഠിപ്പിക്കുകയാണെങ്കിലും എത്ര വലിയ ബിസിനസ് മക്കളെ കൊണ്ട് നടത്തിക്കുകയാണെങ്കിലും ആത്യന്തിക ലക്ഷ്യം ദുനിയാവാകരുത്. ആത്യന്തിക ലക്ഷ്യം ആഖിറമാകണം. എൻ്റെ കുട്ടി ബിസിനസ്മാനല്ലേ, ഇപ്പവൻ നിസ്കരിക്കാൻ പോയാൽ കുറച്ച് ലാഭം കുറയുമല്ലോ എന്ന് ചിന്തിക്കരുത്. പ്രധാനമായും മുന്നോട്ട് വെക്കേണ്ട നിർദ്ദേശം, മോനെ, നീ എവിടെ പോയാലും, എത്ര തിരക്ക് പിടിച്ച യാത്രയിലാണെങ്കിലും എത്ര തിരക്ക് പിടിച്ച പരിപാടിയിലാണെങ്കിലും കൂടൊഴിയാതെ കൈയൊഴിയാതെ നിന്റെ കൂടെ നീ കൊണ്ട് നടക്കേണ്ട ഒരു മർമ്മമുണ്ട്. അത് നിസ്കാരമാണ്. 5 വക്ത് നിസ്കാരം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടോ? നീ നല്ല തികവുള്ള മികവുള്ളൊരു യുവാവാണ്. നല്ലൊരു യുവാവിനെ എങ്ങനെ അറിയുമെന്ന് ചോദിക്കുമ്പോ നല്ലൊരു യുവാവിന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നല്ല യുവതിക്കും നല്ല യുവാവിനും പറഞ്ഞ അടയാളങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് സ്വലാഹുദ്ദീൻ, ദീനിൽ നല്ല അവസ്ഥയുണ്ടാകണം. ദീനിൽ ഏറ്റവും നല്ല അവസ്ഥയാണ് സഹോദരങ്ങളെ 5 വക്ത് നേരത്തെ നിസ്കാരം കൊണ്ട് നടക്കാനുള്ള അവസ്ഥ. അതിലൊരു കുറവുണ്ടോ? യുവത്വം നന്മ നിറഞ്ഞ വഴിയിലേക്ക് വന്നിട്ടില്ല. ചെറുപ്പക്കാരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. 35 വയസ്സായിട്ടൊരു രോഗവും അല്ലാഹു നൽകിയില്ലല്ലോ. എന്ത് ആരോഗ്യമാണ് അല്ലാഹു തന്നത്. ഒരു ഭക്ഷണവും അല്ലാഹു നമുക്ക് മുടക്കിയിട്ടില്ലല്ലോ. നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുന്ന 60 വയസ്സുള്ളൊരു ഉപ്പ, ആ ഉപ്പാക്ക് ചില ഭക്ഷണം പറ്റൂല എന്ന് പറയുന്നു, ചില ചായയും ചില വെള്ളവും പറ്റൂല എന്ന് പറയുന്നു, ചില പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറയുന്നു. നല്ല ആരോഗ്യകാലത്ത് നമുക്ക് ഒന്നും അല്ലാഹു മുടക്കിയിട്ടില്ലല്ലോ. ആ അല്ലാഹുവിന് 5 വക്ത് നേരം ഒരു നല്ലൊരു നന്ദി ബോധത്തോടെ ഇബാദത്ത് ചെയ്യുന്ന യുവാക്കളാകണം, ഇബാദത്ത് ചെയ്യുന്ന യുവതികളാകണം.
എത്ര നല്ല സന്തോഷത്തിലൂടെ കഴിഞ്ഞാലും, എത്ര നല്ല ആർഭാടത്തോടെയുള്ള സുഖജീവിതം അല്ലാഹു തആല തന്നാലും, പരലോകം ആലോചിച്ചുകൊണ്ട്, അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്ത് ജീവിക്കാനുള്ള സന്നദ്ധത വേണം. ദുനിയാവ് എത്ര മുന്നിലേക്ക് വന്നാലും, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, യുവതികളെ, യുവാക്കളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിറകോട്ട് പോകരുത്. ദുനിയാവിൻ്റെ പളപളപ്പ് കണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോകരുത്. ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഒരു പ്രദേശത്തു കൂടെ പോകുമ്പോ നല്ല സൗന്ദര്യവതിയായ ഒരു അടിമ സ്ത്രീയെ കണ്ടു. കാണാൻ നല്ല അഴകുള്ള അടിമ സ്ത്രീയാണ്. അടിമ സ്ത്രീയോട് ചോദിച്ചു, നീ സ്വതന്ത്രയാണോ അടിമ സ്ത്രീയാണോ? സൗന്ദര്യം കണ്ടിട്ട് തോന്നുന്നത് സ്വതന്ത്ര സ്ത്രീയാണ് എന്നാണ്. പക്ഷേ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ അടിമ സ്ത്രീയാണ്. നിന്റെ യജമാനൻ നിന്നെ വിൽക്കുമോ? ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു, എന്റെ യജമാനനോ നിങ്ങൾക്ക് വിൽക്കുകയോ? എന്റെ യജമാനന്റെ പക്കൽ നിന്ന് എന്നെ വാങ്ങാനുള്ള മൂല്യവും വിലയും നിങ്ങൾക്ക് ഉണ്ടാകുമോ? ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട് മോളെ, എൻ്റെ പക്കലുണ്ട്. യജമാനനോട് വന്ന് നിങ്ങൾ സംസാരിക്കൂ. യജമാനൻ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടിമയായി വരാം എന്നാ പെൺകുട്ടി പറഞ്ഞപ്പോ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിയുടെ പിന്നാലെ യജമാനനെ കാണാൻ വേണ്ടി പോവുകയാണ്. യജമാനന്റെ അടുത്തെത്തിയപ്പോ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു കൊട്ടാര സമാനമായ ഭവനം കണ്ടപ്പോ അതിന്റെ പുറത്തവിടെ നിന്നു. സമ്മതം കിട്ടിയിട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് കരുതിയിട്ട് പുറത്തവിടെ നിന്നു. സുബ്ഹാനല്ലാഹ്, ആ പെൺകുട്ടി ഉള്ളിലേക്ക് പോയി. ഉള്ളിലേക്ക് പോയിട്ട് ധൃതിപ്പെട്ട് വരുന്ന പെൺകുട്ടിയെ കണ്ടപ്പോ യജമാനൻ ചോദിച്ചു, മോളെ എന്താണ് നീ പെട്ടെന്നിങ്ങനെ വന്നത്? ഒന്നുമല്ല, എന്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ എന്നെ വിൽക്കുമോ എന്ന് ചോദിച്ചാണ് വന്നിട്ടുള്ളത്. എന്റെ വിലയും നിങ്ങളിൽ നിന്ന് വാങ്ങാനുള്ള കാശും അയാളെ കയ്യിൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ എവിടെ? ഇതാ കൊട്ടാരത്തിന്റെ മുന്നിലുണ്ട്. ആ ചെറുപ്പക്കാരനെ ഉള്ളിലേക്ക് വിളിക്കൂ. രാജാവിനെ പോലെ ഇരിക്കുന്ന യജമാനൻ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ, മഹാനവർകൾ സാദാ വേഷമാണ് ധരിച്ചിരിക്കുന്നത്. പ്രൗഢിയുള്ള രാജകീയമായ വേഷമൊന്നുമില്ല, സാദാ വേഷമാണ്. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ പെൺകുട്ടി നിങ്ങളെ അടിമയല്ലേ? അതെ, എൻ്റെ അടിമയാണ്. നിങ്ങൾ അതിനെ എനിക്ക് വിൽക്കുമോ? വാങ്ങാനുള്ള കാശ് നിങ്ങളെ വക്കലുണ്ടാകുമോ? ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു 60 ഊക്കിയ സ്വർണം, 60 ഊക്കിയ സ്വർണമൊക്കെ തരാൻ എൻ്റെ വക്കലുണ്ട്. ഇപ്പൊ രാജാവും പരിവാരങ്ങളും പൊട്ടിച്ചിരിച്ചു പോയി. രാജാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന അതീവ സുന്ദരിയായ ഈ സൗകര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന പെൺകുട്ടിയെ വാങ്ങാൻ 60 ഊക്കിയ സ്വർണവുമായിട്ടാണോ വന്നിരിക്കുന്നത്? ഇവിടെയുള്ളൊരു ചെരുപ്പിന് തന്നെ ഒരു പക്ഷേ ആ വിലയുണ്ടാകും. ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വസ്തുക്കൾക്ക് തന്നെ നിങ്ങൾ കൊണ്ടുവന്ന വിലയുണ്ടാകും. ആ വിലയൊന്നും പോരല്ലോ ഇതിനെ വാങ്ങാന് എന്ന് പറഞ്ഞപ്പോ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ നോക്കിയിട്ട് പത്തരമാറ്റിന്റെ പവറുണ്ട് എന്ന് തോന്നുന്നുണ്ട് അല്ലേ? രാജാവേ, ഞാനൊന്ന് പറയട്ടെ, ആ പെൺകുട്ടിയുടെ ശരീരവും നമ്മുടെ ഓരോരുത്തരുടെ ശരീരവും 1-2 ദിവസം കുളിക്കാതിരുന്നാൽ വാസന വരില്ലയോ? ഒന്ന് മിസ്വാക്ക് ചെയ്യാതെ മുന്നോട്ട് പോയാൽ വായനാറ്റം സംഭവിക്കില്ലയോ? വസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങിയാൽ ആളുകൾ കണ്ണ് ചിമ്മിപ്പോകില്ലയോ? തലമുടിയിൽ എണ്ണ തേക്കാതെ ഒന്ന് വാരാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകൾ നമ്മളെ സഹിക്കുമോ? രാജാവേ, ഭക്ഷണവും വെള്ളവും വേണ്ട വിധം കിട്ടാതിരുന്നാൽ നമ്മുടെ ശരീരം ശുഷ്കിച്ചു പോകില്ലേ? വസ്ത്രം ധരിക്കാതെ തന്നെ, ധരിച്ച രൂപത്തിൽ സൗന്ദര്യമുള്ള, കുളിക്കാതെ തന്നെ സൗന്ദര്യം നിലനിൽക്കുന്ന
പല്ല് തേക്കാതെ തന്നെ പല്ലിന് സൗന്ദര്യമുള്ള, മുടി ചീകാതെ തന്നെ മുടിക്ക് സൗന്ദര്യമുള്ള പത്തരമാറ്റിന്റെ പവറുള്ള തരുണീമണികളില്ലേ രാജാവേ, അവര് ഇതിനേക്കാളും വലിയ മൂല്യമുള്ളതല്ലയോ? രാജാവ് ചോദിച്ചു, അങ്ങനെ ഒരു പെണ്ണുണ്ടോ ലോകത്ത്? ഉണ്ട് രാജാവേ, അള്ളാഹു ഒരുക്കിയ സ്വർഗീയ തരുണികൾ അത്രമാത്രം വലിയ ബഹുമതിയുള്ളതല്ലേ. പല്ല് തേക്കണോ അവർക്ക് വേണ്ടല്ലോ, അവർക്ക് മുടി ചീകണോ സൗന്ദര്യമുണ്ടാകാൻ വേണ്ടതില്ലല്ലോ, കുളിക്കണമോ അവരെ ശരീരത്തിൽ വാസനയൊന്നു പോകാൻ വേണ്ടല്ലോ, ഭക്ഷണം കഴിച്ചിട്ട് കടിക്കാതിരുന്നാലോ എന്തെങ്കിലും മാറ്റങ്ങൾ അവരെ ശരീരത്തിലുണ്ടോ? ഇല്ലല്ലോ. വളർച്ചക്കും സൗകര്യത്തിനും സൗന്ദര്യത്തിനും ഒരു കുറവും ഇല്ലല്ലോ. നമ്മുടെ ശരീരത്തിന് എന്ത് വിലയാണുള്ളത്? ഈ പെണ്ണൊരുത്തിയുടെ ശരീരവും നമ്മുടെ ശരീരവും ഈ വക വസ്തുക്കൾ ഉപയോഗിക്കാതിരുന്നാൽ 60 ഊക്കിയ പോയിട്ട് ഒരു ഊക്കിയ സ്വർണ്ണ നാണയത്തിന് വിലയുണ്ടോ? രാജാവ് പറയുന്നു, എങ്കിൽ നിങ്ങളാ പറഞ്ഞ തരുണീമണികളെ കിട്ടാൻ വേണ്ടി ദുന്നൂനിൽ മിസ്രി തങ്ങളെ എന്റെ സൗകര്യങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു. ഈ കാണുന്ന പെൺകുട്ടിയെ ഞാനിതാ സ്വതന്ത്രയാക്കി മോചിപ്പിച്ചു. എനിക്ക് നിങ്ങൾ ആ പറയുന്ന സൗകര്യങ്ങൾ മതി, മുറിഞ്ഞു പോകുന്ന സുഖങ്ങൾ വേണ്ട. ചെറുപ്പക്കാരാ, ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷദായകമായ അവസ്ഥ കല്യാണമെന്ന് പറയാറില്ലേ? ചെറുപ്പക്കാരി, കല്യാണമെന്ന് പറയാറില്ലേ? ആ കല്യാണത്തിന്റെ ഘട്ടത്തിലും നല്ല രൂപത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്ന ഭാവത്തോടെ ജീവിക്കുന്ന രൂപഭാവങ്ങൾ നമ്മിലുണ്ടാകണം. മുൻഗാമികളായ യുവാക്കളും യുവതികളും നമുക്ക് പകർത്തി തന്നതുപോലെ നമ്മൾ ജീവിക്കണം. അവർ ദുനിയാവിന്റെ പളപളപ്പ് കണ്ടിട്ട് ദീന് വലിച്ചെറിഞ്ഞിട്ടില്ല, നിസ്കാരം മുടക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹാനിൽ മുൻകരി. മൂന്നാമത്തെ കാര്യം പഠിപ്പിക്കുന്നത്, നന്മ കൊണ്ട് നീ ആരോടും കൽപ്പിക്കണം. യുവതീ യുവാക്കൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ നന്മ അതാണ്. നന്മ കൽപ്പിക്കാനുള്ള ത്രാണിത്വം വേണം. തിന്മ വിരോധിക്കാനുള്ള നല്ല നല്ല കെട്ടുറപ്പുള്ള ശരീരവും മനസ്ഥിതിയും സ്വഭാവവും വേണം. അത് രണ്ടും കൂടെ മുന്നോട്ട് പോകുമ്പോ പ്രതിസന്ധികൾ ഒരുപാട് ഭാഗത്തു നിന്ന് വരും. വസ്ബിർ അലാ മാ അസ്വാബക, നിനക്ക് വരുന്ന പ്രതിസന്ധികളിൽ നീ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോകണം, തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങണം. പക്ഷേ ഈ ഉപദേശമോ ഈ രൂപഭാവമോ ഒന്നും നീ വിട്ടുപോകരുത്. അതങ്ങനെ തന്നെ കൊണ്ട് നടക്കാനുള്ള കഴിവ് ആർജിക്കണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്കാരം അത് യുവതീ യുവാക്കളുടെ ഏറ്റവും വലിയ നന്മയാണ്. അംറും ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുന്നത് ഏറ്റവും വലിയൊരു നന്മയാണ്. നഹിയുൻ അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്നത് ഏറ്റവും വലിയൊരു വിഷയമാണ്. നന്മ കൽപ്പിക്കാൻ യുവതീ യുവാക്കളിൽ ആളില്ലാതെ വരുന്നതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. തിന്മ തടയാനും ആളില്ലാതെ വരുന്നതാണ് തിന്മ വ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട സംഗതി. അതിലെല്ലാവരും യോജിപ്പുള്ളവരാകുമ്പോ തിന്മയുടെ മുഖം കെടുത്തിക്കളയാൻ കഴിയുന്നില്ല. ആണും പെണ്ണും യുവത്വത്തിന്റെ പ്രസരിപ്പിൽ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ഇതാണ്. അങ്ങനെ ഒരാൾ സ്വീകരിച്ചാൽ വിജയിക്കുമോ? വിജയിക്കും. കണ്ടില്ലേ നിങ്ങൾ, ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയാണ്. ഒരുപാട് കൊല്ലം ജീവിക്കാൻ അല്ലാഹു തആല ആയുസ് നൽകിയ സ്വഹാബി. പേർഷ്യയിൽ നിന്ന് ദീർഘദൂര യാത്ര നടത്തിയിട്ട് പല വഴികളിലൂടെയും പല പ്രതിസന്ധികളും തരണം ചെയ്ത് അവസാനം മദീനയിലെത്തി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും സഹവസിച്ച് ജീവിക്കാനും ഭാഗ്യം കിട്ടിയ സ്വഹാബി ആ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു കിന്ദ ഗോത്രത്തിൽപ്പെട്ട നല്ല ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു. വിവാഹത്തിന്റെ ദിവസം ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ഭർത്താവ് വരുമ്പോ ആ പെണ്ണിന് സ്വവാബ് എന്നാണ് പേര്.
സ്വവാബ് എന്ന് പേരുള്ള ആ പെണ്ണിനെ, തന്റെ ഇണയെ വീട്ടുപടിക്കൽ വെച്ച് മഹാനവറുകൾ പേരെടുത്ത് വിളിച്ചു. പക്ഷേ ഇണ പുറത്തേക്ക് ഉത്തരം ചെയ്തില്ല. സ്വവാബ് എന്ന് പേരുള്ള പെണ്ണിനെ അങ്ങനെ തന്നെ വിളിച്ചപ്പോ ഉത്തരം ചെയ്യാതിരുന്നപ്പോ മഹാനവറുകൾ രണ്ടാമതും ചോദിച്ചു, യാ ഹാദിഹി അഖർസാഉൻ അംതാം സ്വമ്മാ, നീ കാത് കേൾക്കാത്ത പെണ്ണാണോ, അതല്ലെങ്കിൽ സംസാരശേഷിയില്ലാത്ത പെണ്ണാണോ? പുറത്തേക്ക് വന്നുകൊണ്ടൊരാള് പറഞ്ഞു, അല്ല, സംസാരശേഷിയുണ്ട്, കേൾവി ശക്തിയും ഉണ്ട്, പിന്നെന്താണ് ഉത്തരം ചെയ്യാത്തത്? ഒന്നുമല്ല. യാ സാഹിബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായ സ്വഹാബി, ലൈസ ബി മാ ബി ഖർസുൻ വലാ സ്വമമുൻ, എനിക്ക് അങ്ങനെ കാത് കേൾക്കാത്ത അവസ്ഥയോ അതേ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയോ ഇല്ല. പിന്നെ ഞാനൊരു പുതുനാരി പെണ്ണാണല്ലോ. പെട്ടെന്നങ്ങ് മറുപടി പറയാൻ എനിക്കൊരു നാണം, ഒരു ഹയാ. അതുകൊണ്ടാണ് വിളിക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ പ്രയാസമായത്. വരൂ, വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് തന്റെ കിടപ്പറയിലേക്ക്, തനിക്ക് ഒരുക്കിയ രാജകീയമായ റൂമിലേക്ക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് ആനയിച്ചപ്പോ ആ വീട്ടിന്റെ ഉൾഭാഗത്ത് സുബ്ഹാനല്ലാഹ് ഇരിക്കാൻ വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് വിരിച്ചിരിക്കുന്നത് പട്ടിന്റെ വിരിയാണ്. ആ വീടിന്റെ ജനൽഭാഗത്തും ചുമരുഭാഗത്തും സുന്ദരമായ പട്ടിന്റെ വിരികളെ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അതേ, പട്ടിന്റെ സ്വഭാവമുള്ളൊരു പുതപ്പാണ് പുതക്കാൻ വേണ്ടിയും വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു കിട്ടിയ പെണ്ണ് നല്ല പെണ്ണായി എന്നുള്ള നിലക്ക്, ഇഷ്ടം പോലെ സമ്പത്ത് ഇവിടെ ഉണ്ടല്ലോ എന്ന നിലക്ക് ഒന്നും മിണ്ടാതിരുന്നോ സഹോദരങ്ങളെ? ഇല്ല ഇല്ല. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, പെണ്ണേ, അബൈതുക ഹാദാ മഹ്മൂമുൻ, അതേ, നിന്റെ ഈ വീടുണ്ടല്ലോ, ഈ വീട് പുതിയതായി ആവിഷ്കരിച്ച വീടാണോ? അതല്ല, പരിശുദ്ധമായ കഅബയുടെ രൂപം അവിടുന്ന് പൊളിച്ചു മാറ്റിയിട്ട് ഇവിടെ പുതുക്കി ഉണ്ടാക്കിയതാണോ? നല്ല പട്ടിന്റെ സുന്ദരമായ വിരിയൊക്കെ നമ്മൾ കണ്ടത് കഅബത്തുൽ മുശറഫയിൽ പോയപ്പോഴല്ലേ? ഇപ്പൊ നിന്റെ വീട്ടിലേക്ക് വന്നപ്പോ എന്തെല്ലാം സൗകര്യങ്ങളാണ്, സൗന്ദര്യങ്ങളാണ്. എനിക്ക് ഇരിക്കാൻ വേണ്ടി ഈ റൂമിൽ വിരിച്ചിരിക്കുന്നത് വരെ പട്ടിന്റെ വസ്ത്രമല്ലേ, പട്ടിന്റെ വിരിയല്ലേ? ഇത് കണ്ടുകൊണ്ട് ചോദിച്ചതാണ്. ആ പെണ്ണ് പറഞ്ഞു, അല്ല, യാ സ്വാഹിബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായ സ്വഹാബി, ലാകിൻ അൽ അറൂസു തുസയ്യനു ബൈതഹാ, പുതിയാപ്പിളക്ക് വേണ്ടി നല്ലോണം വീടൊന്ന് അലങ്കരിച്ചതാണ്. പെണ്ണിന്റെ വീട് ഈ രൂപത്തിൽ അലങ്കരിച്ചതാണ്. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ചുറ്റുഭാഗവും നോക്കുമ്പോ പരിവാരങ്ങൾ, സഹായികൾ ഒരുപാട് നിൽക്കുന്നുണ്ട്. അതേ, ഭക്ഷണവും മറ്റുമൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് വച്ചപ്പോ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മന്നാമ അലൽ മഅ്സൂരി വലബിസൽ മശ്ഹൂറ വറകിബൽ മൻളൂറ വഅകല ശഹവാതി ലം യരിഹ് റായിഹത്തൽ ജന്ന. അതേ, പട്ടിന്റെ വിരിപ്പിൽ ഒരാൾ ഉറങ്ങിയാൽ, അതുപോലത്തൊരു പട്ടുവസ്ത്രം ധരിച്ചാൽ, കാണാൻ നല്ല ചൊങ്കും ചൊറുക്കുമുള്ള വാഹനത്തില് പട്ട് വിരിച്ചുകൊണ്ട് ആ വിരിപ്പിൽ ഇരുന്നു കൊണ്ടൊരാൾ യാത്ര നടത്തിയാൽ, യഥേഷ്ടം മനസ്സിന് ആഗ്രഹമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ സ്വർഗത്തിന്റെ വാസന അനുഭവിക്കൂല. അതുകൊണ്ട് ഈ സൗകര്യങ്ങളൊന്നും എനിക്ക് വേണ്ട പെണ്ണേ. നിന്റെ വീട്ടിൽ ഈ സൗകര്യപ്പെടുത്തിയ സൗകര്യങ്ങളൊന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ആ പെൺകുട്ടി അപ്പോൾ തന്നെ പറഞ്ഞു, ഉഷ്ഹിദുക, നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയട്ടെ. ഒരൊറ്റ ഹദീസ് ഓർമ്മപ്പെടുത്തിയിട്ട് ആ നല്ല യുവാവായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പെൺകുട്ടിയുടെ സമ്പത്തിൽ മതിമറന്നു പോകാതെ, മുന്നോട്ട് വെച്ച് തരുന്നത് മുഴുവനും സ്വീകരിക്കാതെ ധർമ്മബോധമുള്ള ഉപദേശം നൽകിയപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി പറയട്ടെ, അന്ന കുല്ലമാ ഫിൽ ബൈതി സദഖത്തുൽ ലിവജ്ഹില്ലാഹ്. ഈ വീട്ടിലുള്ള പട്ടിന്റെ വിരിപ്പുകളൊക്കെ, പട്ടിന്റെ പുതപ്പുകളൊക്കെ, പട്ടിന്റെ വസ്ത്രങ്ങളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി സംഭാവനയാണ്. എന്റെ വീട്ടിൽ ഒരുപാട് അടിമകളുണ്ട്. വകുല്ലു മംലൂകിൻ ഹുർറുൻ ലിവജ്ഹില്ലാഹ്, എല്ലാ അടിമകളും മോചിതരാണ്. വഖ്ഫിനീ ബിർറൻ അഖ്ഫിക ഇസ്തിഗാലൽ ബൈതി, വീട്ടുജോലി ഞാൻ തന്നെ നിർവഹിച്ചു തരാം ഭർത്താവേ, സെർവന്റ് എനിക്ക് ആവശ്യമില്ല. നിങ്ങളെ വസ്ത്രം മലക്കിത്തരാനും നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ഞാൻ എൻ്റെ ശരീരം ഉപയോഗപ്പെടുത്തി തരാം. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ തന്റെ ഇഷ്ടവനിതയായ ഹിന്ദാ ഗോത്രത്തിലെ പെൺകുട്ടി ഇങ്ങനെ പറയാനുള്ള കാരണം, ആ പെൺകുട്ടിയുടെ സാമ്പത്തികമായ സ്രോതസ്സിന്റെ വലിപ്പം കണ്ട് കണ്ണഞ്ചി പോകാതെ, അതിൽ മയങ്ങിപ്പോകാതെ, വിസ്മയപ്പെട്ടു പോകാതെ, മുത്തുനബിതങ്ങളിൽ നിന്ന് പകർത്തിയ ധർമ്മോപദേശങ്ങൾ ഓരോന്നങ്ങ് കൈമാറിക്കൊടുത്തപ്പോ ഹൃദ്യമായത് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, വീട്ടുവേല ഞാൻ നിർവഹിക്കാം ഭർത്താവേ, ഖാദിമീങ്ങൾ വേണ്ട, തൊഴിലാളികൾ വേണ്ട. ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സൗകര്യങ്ങളിലേക്ക്, സംവിധാനങ്ങളിലേക്ക് മാത്രമല്ല നമ്മുടെ യുവതീ യുവാക്കളെ കൈപിടിച്ചുയർത്തേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്നവരായി അവരെ വളർത്തണം. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി വഴിപ്പെടുന്നവരായി അവരെ വളർത്തണം. അതിനുവേണ്ടി ഇബാദത്തിന്റെ മേഖലയിൽ അവരെ നല്ലോണം പരിശീലിപ്പിക്കണം. ബാപ്പ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞ മകനും തന്റെ ആ മകന്റെ മരുമകളും അപ്പുറത്തെ AC റൂമിൽ കിടന്നിട്ട് സുബഹിന്റെ വാങ്ക് കഴിഞ്ഞിട്ടും ചലനമില്ലെങ്കിൽ നല്ല ധൈര്യത്തോടെ വീടിന്റെ വാതിലിന് മുട്ടിയിട്ട് അവരെ എഴുന്നേൽപ്പിച്ച് സുബഹി നിസ്കരിപ്പിക്കാൻ ബാപ്പമാര്, ഉമ്മമാര് ഒരുങ്ങണം. അവര് തയ്യാറാകണം. ആ രൂപത്തിൽ അവരെ ഒരു കുടുംബത്തെ ആദ്യമായി അങ്ങനെ വളർത്തിയില്ലെങ്കിൽ രണ്ടാമത്തെ മകനെയും ആ വഴിക്ക് കിട്ടൂല, മൂന്നാമത്തെ മോളെയും കിട്ടൂല, പേരക്കുട്ടികളെയും കിട്ടൂല. ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി തന്നെ വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കേണ്ട ഒരു ഘട്ടം കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്കും അലി റളിയല്ലാഹു അൻഹുവിനും വന്നപ്പോ തഹജ്ജുദിന്റെ നേരത്ത് ആ വീടിന്റെ മുന്നിൽ പോയി, അലാ തുസല്ലിയാൻ, എണീറ്റ് നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടുവേലകളിലൊക്കെ ചെറുപ്പക്കാരികൾ നന്നായി സഹകരിച്ച് സഹായിച്ച് ജീവിക്കണം. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ നന്മ നിറഞ്ഞ രൂപഭാവങ്ങൾ സ്വീകരിക്കണം. നിസ്കാരം അതിലേറ്റവും പ്രധാനമാണ്. നന്മ കൊണ്ട് കൽപ്പിക്കുന്നത്, തിന്മ തടയുന്നത്. ഏറ്റവും നല്ല ചുറുചുറുക്കുള്ളൊരു പെൺകുട്ടിയെ സമ്പത്ത് അധികമുള്ളൊരു തറവാട്ടിൽ നിന്ന് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ടും അവിടെ കണ്ട ഹറാമുകൾ സാരമില്ലെന്ന് വെച്ചില്ല. ഇത് തുറന്നു പറഞ്ഞു, പെണ്ണെ ആ പട്ടിന്റെ വിരിപ്പിൽ എനിക്ക് ഇരിക്കാൻ പറ്റൂല. പുതിയ എണ്ണ ആയതുകൊണ്ട് എന്നോട് എങ്ങനെ പറയാന്നല്ല, അങ്ങനെ പറയണം. മലയാളത്തിലോ കന്നഡയിലോ ഉറുദുവിലോ പറഞ്ഞു കൊടുക്കണം. അത് പറ്റൂല എന്ന് പറയണം. പുതിയാപ്പളിനെ സ്വീകരിക്കാൻ വേണ്ടി സ്വർണ്ണപാത്രത്തിൽ നല്ല ഭക്ഷണവും വെള്ളിക്കോപ്പയിൽ നല്ല ജ്യൂസും കൊണ്ടുവന്നാലോ, ഒരാദരവ് എന്നുള്ളവർക്ക് അങ്ങനെ കൊണ്ടുവരാലോ. അങ്ങനെ കൊണ്ടുവന്നാലോ, ഓ ഞാനിതിന് മാത്രം പറ്റിയ സ്വർഗത്തിലേക്കൊക്കെ പോകാൻ പറ്റിയ പുതിയാപ്പളയാണ്, ഏതായാലും വാങ്ങി കുടിക്ക എന്ന നിലക്ക് കൈ നീട്ടരുത്. അരുത് മോളെ, അരുത് എന്ന് പറയണം. അരുത് ഉപ്പ എന്ന് പറയണം.
ഞാനൊരു ഇസ്ലാമിയത്തിലായി വളർന്നു വന്നൊരു യുവാവാണ്. ഇസ്ലാമിന്റെ നിർദ്ദേശം പാലിക്കുന്നൊരു യുവാവാണ്. ഇസ്ലാം എനിക്ക് ഹറാമാക്കിയത് എന്നും എനിക്ക് ഹറാമാണ്, ഇസ്ലാം എനിക്ക് ഹലാലാക്കിയത് എന്നും എനിക്ക് ഹലാലാണ്. അങ്ങനെ ജീവിക്കുന്ന ആളാണ് ഞാന്. വേറെ കോപ്പയിൽ കൊണ്ടുവരൂ, വേറെ പാത്രത്തിൽ കൊണ്ടുവരൂ. തിരുത്തിവിടാനുള്ള കഴിവ്, സന്നദ്ധത വേണം. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക്. എന്റെ സമയം പരിമിതമാണ് സഹോദരങ്ങളെ. ആ വിഷയം തന്നെ 2-3 വശങ്ങളിലേക്ക് വേർതിരിച്ച് എനിക്ക് പറയാനുണ്ട്. ആരോടും ധർമ്മം ഉപദേശിക്കണം, ആരോടും നന്മ കൽപ്പിക്കണം, തിന്മ വിലക്കണം. അതിനാണ് യുവതീ യുവാക്കൾക്ക് കഴിയേണ്ടത്. നിസ്കാരം നിലനിർത്തുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇതിന് കഴിവുണ്ടാകും. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചു പറയുന്നു, നന്മ കൊണ്ട് കൽപ്പിക്കാനും തിന്മ വിലക്കാനും ഒരു ചെറുപ്പക്കാരിക്ക് കഴിവ് വേണോ? പ്രധാനമായും അവരിൽ നിസ്കാരം രൂഢമൂലമായിരിക്കണം. 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തത്തിൽ അത്യാവശ്യം ഒരു മികവും തികവും അവന് അള്ളാഹു നൽകിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരോട് കൽപ്പിക്കാനുള്ളൊരു കഴിവും അള്ളാഹു നൽകും. അങ്ങനെ കിട്ടുമ്പോ മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ളൊരു വിഷയമാണ് വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകരി. അനാവശ്യം വരുമ്പോ അതിന് കൂട്ടുനിൽക്കാതെ അത് തടഞ്ഞു നിർത്താനും വേണ്ടാന്ന് പറയാനുമുള്ള കഴിവുണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന വീട്ടില് ചെറുപ്പക്കാരികളായ നിങ്ങളെ പെൺകുട്ടികളില്ലേ, ആ പെൺകുട്ടികളെ നിങ്ങളെ ഉപ്പമാർക്ക് ഖിദ്മത്താക്കിയിട്ട് സേവകന്മാരാക്കിയിട്ട് അവരെ നിർത്തുമ്പോ അതേ വീട്ടിൽ തന്നെ ഒരു പക്ഷേ വീട് വിട്ട് മാറി താമസിക്കാത്ത കാലത്തോളം സഹോദരന്മാരുടെ ഭാര്യമാരുണ്ടാകും, അതേ നിങ്ങളെ സഹോദരിമാരുണ്ടാകും. എല്ലാരും നല്ല യോജിപ്പോടെ, നല്ല സ്നേഹത്തോടെ, നല്ല ഐക്യത്തോടെ ആ ഉമ്മയെയും ഉപ്പയെയും പരിപാലിക്കണം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഒരാളുടെ തലയിൽ മാത്രം അത് കെട്ടിവെക്കരുത്, ഒരാളുടെ തലയിൽ മാത്രം അത് കെട്ടിവെക്കരുത്. എല്ലാവരും പാരസ്പര്യ സ്നേഹത്തോടെ പെരുമാറണം. 2 ആഴ്ച ഒരാള് ഉമ്മയെയും ഉപ്പയെയും പരിപാലിക്കാൻ വേണ്ടി നിൽക്കുമ്പോ സ്വന്തം വീട്ടിലേക്കൊന്ന് പോകേണ്ടി വന്നാൽ ബാപ്പയും ഉമ്മയും ഖിദ്മത്തിന് ആളില്ലാതെ വിഷമിക്കരുത്. മറ്റേ ആള് വന്നിട്ട് അവിടെ നിന്നുകൊടുക്കണം. അയാളില്ലാത്ത നേരത്ത് മറ്റേ ആള് വേണം. ഓരോരുത്തരും അങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകണം. അപ്പോഴേ സ്നേഹവും ഐക്യവും അടങ്ങുന്ന കുടുംബ ബന്ധം സംജാതമാകൂ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളിലും പേരമക്കളിലും കുടുംബക്കാരിലും നട്ടു വളർത്താൻ വേണ്ടി ബാപ്പമാരോടും ഉമ്മമാരോടും പഠിപ്പിച്ച ഒന്നാണ് പരസ്പര സ്നേഹബന്ധം. ആ സ്നേഹബന്ധത്തെ ജീവിതത്തിൽ അവർക്ക് വരച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കുമ്പോ അതിൽ നിന്ന് മക്കളത് പാഠം ഉൾക്കൊണ്ടുവരും. ഇരിക്കട്ടെ, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ഉപദേശം നോക്ക് നിങ്ങൾ. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. സ്വഭാവം നന്നാക്കണം. ചെറുപ്പക്കാരികൾ സ്വഭാവം മെച്ചപ്പെടുത്തണം. ഏറ്റവും അധികം സ്വഭാവത്തിന് കേടുവരുന്നൊരവസ്ഥ യുവത്വത്തിന്റെ പ്രസരിപ്പിലാണ് തോന്നുക. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ എതിർക്കാൻ തോന്നും. നമ്മുടെ ശരീരത്തിന്റെ പ്രസരിപ്പ് അങ്ങനെയാണ്. നല്ല ആരോഗ്യമുണ്ട്, നല്ല കഴിവുണ്ട്, ആരാ ചോദിക്കാന്, ആരാണ് പറയാന്, എന്നെ ചോദിക്കാൻ ആരാണ്, ചോദ്യം ചെയ്യാൻ ആരാണ്, അങ്ങനെയൊന്നും നീ വിചാരിക്കരുത്. നിന്റെ നടത്തം പോലും അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലാകണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ജനങ്ങളെ കാണുമ്പോൾ അവരിൽ നിന്ന് നീ മുഖം തിരിക്കരുത്. എല്ലാവരും നിന്റെ മൈൻഡ് ചെയ്യണം എന്ന രീതിയിൽ നീ മുഖം പ്രദർശിപ്പിക്കുകയും ചെയ്യരുത്. വലാ തംശി ഫിൽ അർളി മർഹാ. ധിക്കാരിയായി അഹങ്കാരിയായി ഭൂമിയിൽ ജീവിക്കരുത്. പരിധി വിട്ട ജീവിതം അതുണ്ടാകരുത്. അതാരെങ്കിലും ചോദ്യം ചെയ്യുമോ, ഞാൻ ഈ പോകുന്ന പോക്ക് ശരിയല്ലല്ലോ എന്ന് ആദ്യം ചിന്തിക്കണം. എങ്ങനെ പരിധി വിട്ട പോക്ക്? നമ്മുടെ നാടിന്റെ സാഹചര്യം അനുസരിച്ച് ആണുങ്ങൾ ഓട്ടുകയാണെങ്കിലും പെണ്ണുങ്ങൾ ഓട്ടുകയാണെങ്കിലൊക്കെ ബൈക്കിൽ പെർമിറ്റ് ഉള്ളത് 2 ആൾക്കാണ്.
അവിടെ 2ന്റെ പുറമെ ഒരു 3 കൂടി വെച്ച് 5 ആളെ കൊണ്ടുപോവുക. 5 ആളും ചെറുപ്പക്കാരാണ്. ഇന്നലത്തെ രാത്രിയിലെ ചിത്ര പറയുന്നത് 5 ആളും ചെറുപ്പക്കാരാണ്. ഇന്നലെ കുറെ പൊട്ടലോട് കൂടെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച രാത്രിയില്ലേ, 5 ചെറുപ്പക്കാരാണ്. 5 ആളും ഒരേ രൂപത്തിൽ പൊട്ടിക്കാനാ പോകുന്നത്. 5 ആള് പോകുമ്പോൾ ഏതെങ്കിലും ഒരാൾ തടഞ്ഞു നിർത്തിയിട്ട്, മക്കളെ അപകടങ്ങളൊക്കെ വർദ്ധിച്ച കാലമാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചെന്തായിരിക്കും മറുപടി? ധിക്കാരത്തിന്റെ മറുപടി. ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾ നിങ്ങളെ പണി നോക്കിക്കോ. വലാ തംശി ഫിൽ അർളി മറഹാ, ധിക്കാരിയായി നീ ഭൂമിയിൽ ജീവിക്കരുത്. ഒരാളെയും അനുസരിക്കാതെ, ഒരു നിയമവും കേൾക്കാതെ, നിയമത്തിന്റെ പരിധി വിട്ട് അഹങ്കാരിയായി ജീവിക്കരുത്. നിന്റെ നടത്തം തന്നെ വിനയത്തോടെയാകണം, നിന്റെ ജീവിതം തന്നെ വിനയത്തോടെയാകണം. ധിക്കാരിയായിട്ട് നീ ജീവിക്കരുത്. പണമുള്ളത് കൊണ്ട് ധിക്കാരിയായി ജീവിക്കരുത് എന്ന് ഖാറൂൻ മുതലാളിയോട് എത്ര പറഞ്ഞിട്ടും അയാൾ കേട്ടില്ലല്ലോ. അങ്ങനല്ലേ ഭൂമിയിലെ അടിയിലേക്ക് അല്ലാഹു അയാളെ താഴ്ത്തിക്കളഞ്ഞത്? അയാൾക്ക് വിവരത്തിന് കുറവുണ്ടായിരുന്നോ? ഇല്ല. ഹാറൂൻ നബിയും മൂസാ നബി അലൈഹിസ്സലാമും കഴിഞ്ഞാല് നന്നായി തൗറാത്തിൽ പ്രാവീണ്യമുള്ള നല്ല കഴിവുള്ള പണ്ഡിതനായിരുന്നു ഖാറൂൻ. പക്ഷേ തനിക്ക് അത്യാവശ്യം ജീവിക്കാനുണ്ടല്ലോ എന്നുള്ള ലെവല് വന്നപ്പോ ആരും പറഞ്ഞത് കേൾക്കാതെ ധിക്കാരം മാത്രം മുന്നോട്ട് വെച്ച് ജീവിച്ചു പോയി. പലപ്പോഴും ജനങ്ങൾ ഉപദേശിച്ചു, പക്ഷേ അത് സ്വീകരിച്ചില്ല. നല്ല വിനയാന്വിതനായി ജീവിക്കണം. ധിക്കാരം നിനക്ക് വേണ്ട. വലിയവർ ഉപദേശിക്കുമ്പോ ആ ഉപദേശം നിന്റെ മനസ്സിൽ നീ സ്വീകരിക്കണം. ബാപ്പ പറയുമ്പോ ആ നസീഹത്ത് നീ സ്വീകരിക്കണം. ഉമ്മ പറയുമ്പോ നസീഹത്ത് നീ സ്വീകരിക്കണം. ബാപ്പാനെയും ഉമ്മാനെയും ഉസ്താദുമാരെയും ഒക്കെ ബഹുമാനിക്കുന്ന നല്ല യുവതീ യുവാക്കളാകണം. ബാപ്പാനെയും ഉമ്മാനെയും മാത്രം ബഹുമാനിച്ചാൽ മതിയോ? പോരാ. കുടുംബത്തിലെ മുതിർന്നവരില്ലേ, അവരെയൊക്കെ ബഹുമാനിക്കണം. മുതിർന്നവർ എന്ന നിലക്കൊരു ബഹുമാനം അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ടല്ലോ. ആ നിലക്ക് നീ അവർക്ക് ബഹുമാനം കൊടുക്കണം. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, നിന്നിൽ അത്തരത്തിലൊരു ബഹുമാനം ഉണ്ടോ? നിന്റെ മക്കളിൽ അതിനേക്കാളും വലിയ ബഹുമാനം വരും. കാരണം നിന്റെ ബഹുമാനം അവർ കണ്ടുപഠിക്കും. നീ ബാപ്പയെ ബഹുമാനിച്ചത്, മൂത്താപ്പയെ ബഹുമാനിച്ചത്, അമ്മാവന്മാരെ ബഹുമാനിച്ചത്, ഉമ്മാന്റെ ചേട്ടത്തിയെയും ഉമ്മാന്റെ അനുജത്തിയെയും ബഹുമാനിച്ചത്, ഭാര്യ മാതാവിനെയും ഭാര്യ പിതാവിനെയും ബഹുമാനിച്ചത് കണ്ട് ജീവിക്കുന്ന നിന്റെ മക്കൾ കുഞ്ഞിളം കാലത്ത് തന്നെ അവർ മനസ്സിലാക്കി വെക്കും. ഈ രൂപത്തിലൊക്കെ ബഹുമാനം കൈമാറേണ്ടതാണ്. ഈ രൂപത്തിലൊക്കെ ബഹുമാനം സ്വീകരിക്കേണ്ടതാണ്. ഉപ്പയും ഉമ്മയും ചെയ്യുന്ന ബഹുമാനത്തിന്റെ തലങ്ങൾ ഒന്നും വിടാതെ മക്കൾ അങ്ങനെ പകർത്തുക തന്നെ ചെയ്യും. സംശയം വേണ്ട. അതുകൊണ്ട് ധിക്കാരത്തിന്റെ നിലപാട് ജീവിതത്തിൽ ഉണ്ടാകരുത്. നിന്റെ നടത്തത്തിൽ തന്നെ നീ മിതത്വം പാലിക്കണം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ ഏകപുത്രനെ ഉപദേശിക്കുകയാണ്. വഗ്ളുൽ മിൻ സൗതിക, നിന്റെ ശബ്ദം നീ കുറച്ച് സംസാരിക്കണം. ആരോട് നീ സംസാരിക്കുകയാണെങ്കിലും മോനെ, അരോചകമാകുന്ന രീതിയിൽ ഒരു ശബ്ദത്തിലോ ഒരു പ്രതികരണത്തിലോ നീ സംസാരിക്കരുത്. നല്ല സ്വഭാവമാണ് നീ സ്വീകരിക്കേണ്ടത്. നല്ല സ്വഭാവം നിന്നിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ? നീ നല്ലൊരു യുവാവാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല രൂപത്തിൽ സംസാരിക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. കാരണം അവരെ സ്വഭാവം നല്ല സ്വഭാവമായതുകൊണ്ടാണ് അവരെ സംസാരവും പ്രതികരണവും ഒക്കെ നന്നാകുന്നത്. ആരോട് നീ സംസാരിക്കുമ്പോഴും നിന്റെ സ്വഭാവത്തിൽ മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാകുന്ന ശബ്ദഘോഷം പോലും ഉണ്ടാകരുത്. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും വെറുപ്പുള്ള സൗണ്ട് കഴുതയുടെ ശബ്ദമാണ്. ജനങ്ങളൊക്കെ വെറുതെ നിൽക്കുന്ന സമയത്ത് വെറുതെ ഒച്ച ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് കഴുത. ഒരൊറ്റ ഒച്ച ആയിരിക്കും. എന്തിനാന്ന് കാരണമൊന്നും ഉണ്ടാകില്ല. അതേപോലെ നീ വെറുതെ വെടി പൊട്ടിക്കുന്ന ആളാകരുത്. വീട്ടിന്റെ പുറത്തിരുന്നുകൊണ്ട് അങ്ങോട്ട് ഒച്ച ഉണ്ടാക്കന്നെ. അയൽക്കാരെ കോടി വന്നു, എന്തിനാണ് ഇയാൾ ഒച്ച ഉണ്ടാക്കിയത്, ഇയാൾക്ക് എന്താ ഭ്രാന്തായോ? അങ്ങനെ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ആളാകരുത് നീ. നീ മിതമായി സംസാരിക്കുന്ന മിതഭാഷിയാകണം.
നല്ല പെരുമാറ്റക്കാരനാകണം. ആണും പെണ്ണും പെരുമാറ്റം നന്നാക്കുമ്പോഴാണ് അവരെ യുവത്വം ഏറ്റവും നന്മ നിറഞ്ഞ യുവത്വമാകുന്നത്. പെരുമാറ്റം ഒന്നിനും പോരെ, ആണിന്റെയും പെണ്ണിന്റെയും പെരുമാറ്റം ഒന്നിനും പോരെ സഹോദരങ്ങളെ, അവരെ ജീവിതത്തിൽ നന്മ കാണില്ല. അതുകൊണ്ട് ആ ജീവിതത്തിൽ നന്മ കുറയും എന്ന നിലക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആദ്യം കല്യാണം കഴിച്ച നല്ല ചൊറുക്കൊക്കെ ഉണ്ട് ആ പെൺകുട്ടി. പക്ഷെ ആ പെൺകുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത് ദുസ്വഭാവത്തിന്റെ പേരിലാണ്. ആണിലാകട്ടെ പെണ്ണിലാകട്ടെ ഏറ്റവും വലിയ നന്മയുടെ മുഖം അവന്റെ സൽസ്വഭാവമാണ്. പെരുമാറ്റം നന്നാകണം. പെരുമാറ്റം മോശമാണോ ആളൊന്നിനും പറ്റൂല. ഇപ്പൊ ചിലരോടൊക്കെ എന്തെങ്കിലും പറയാൻ പേടിയാണ്. കാരണം എന്താ മറുപടി വരിക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് പറയാതിരിക്കലാ നല്ല നിൽക്കുന്നുള്ളവർക്ക് മൗനായിട്ട് പോകലാ നല്ലത്. കഴിയെങ്കിലും സലാം പറഞ്ഞൊരു ചിരി കൊടുക്കാന്നല്ലാതെ അതിലപ്പുറം എന്തെങ്കിലും ചോദിച്ചാൽ എന്താ മറുപടി വരിക എന്ന് പറയാൻ പറ്റൂല. പലജാതി മറുപടി ആയിരിക്കും. പിന്നെ മനസ്സിൽ വിഷമം വേണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കാതിരിക്കുക നല്ലതെന്ന് കരുതും. നല്ല പെരുമാറ്റാണോ, നല്ല സ്വഭാവമാണോ, നല്ല ബറക്കത്തുണ്ടാകും ജീവിതത്തിൽ, നല്ല ഖൈറും അല്ലാഹു നൽകും. പെരുമാറ്റം തന്നെ മോശമായതുകൊണ്ട് ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്ന് വാഹനത്തിൽ നിന്നൊന്ന് ഇറങ്ങൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നോക്കിയിട്ട് ഒരു വാക്കെങ്കിലും ആ പെൺകുട്ടി ഒന്ന് പറയുകയാണെങ്കിൽ എന്തൊരു ഐശ്വര്യം ഉണ്ടാകും. ജീവിതത്തെപ്പറ്റി ചോദിച്ചപ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകൂലേ. പക്ഷെ സന്തോഷങ്ങളല്ലേ മുന്നോട്ട് പറയേണ്ടത്. ഇടങ്ങേറാണ് ആദ്യം പറഞ്ഞത്. ആദ്യം തന്നെ പറഞ്ഞ ഇടങ്ങേറാണ്. എപ്പോഴും ബുദ്ധിമുട്ടാണ്. ചിലപ്പോഴൊക്കെ ഭക്ഷണം ഉണ്ടെങ്കിൽ ഉണ്ടായി, ചിലപ്പോൾ അങ്ങനെയൊക്കെ വരൂലേ. ബുദ്ധിമുട്ട് തന്നെ ബുദ്ധിമുട്ട്, ഇടങ്ങേറ് തന്നെ ഇടങ്ങേറ്. ഭക്ഷണത്തിന് വേണ്ടി പോയതാണ് മൂപ്പര്. കിട്ടിയെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. മറുപടിയും പെരുമാറ്റവും സ്വഭാവം ഒക്കെ കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മനസ്സിലായി, ഈ പെണ്ണിൽ നിന്ന് എൻ്റെ മകന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് മക്കൾ വന്നാൽ ഇതേ രൂപഭാവത്തിൽ തന്നെയല്ലേ അവരും വരിക. അവരിൽ പിന്നെ നന്മ ഉണ്ടാകുമോ? അവരിൽ പിന്നെ സന്തോഷവും മറ്റുള്ളവർക്ക് പകർത്താനുണ്ടാകുമോ? മക്കളെയും പേരക്കുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ സൽസ്വഭാവികളാക്കി വളർത്തണം. നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം അവർക്ക് പകർത്തിക്കൊടുക്കണം, ശീലമാക്കി കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ മറുപടി പറ്റാത്തത് വന്നാൽ സാരമില്ലെന്ന് വെക്കുന്നതിന് പകരം വരാതിരിക്കാനുള്ള നല്ല ഉപദേശം കൊടുത്ത് മാറ്റണം. പിന്നെയും പിന്നെയും അത് വരുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ കരുതലോടെ നിയന്ത്രിക്കണം. രണ്ടാമത് കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ സ്വഭാവം എന്തൊരു മധുരമാർന്ന സ്വഭാവമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാഹനത്തിൽ വന്ന് വീട്ടിന്റെ മുറ്റത്ത് വാഹനം നിർത്തി. വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ അവിടെ നിന്നപ്പോ, ഇറങ്ങുന്നില്ലേ നിങ്ങള്, എന്തെങ്കിലും വെള്ളം കുടിക്കാലോ ഭക്ഷണം കഴിക്കാലോ എന്നാ പെൺകുട്ടി ചോദിച്ചു. അടയാളങ്ങളെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണെന്ന് പെൺകുട്ടി മനസ്സിലാക്കി. ആദ്യം കാണുന്ന കാഴ്ചയാണ്, അതിനു മുമ്പ് കണ്ടിട്ടില്ല. എങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പയാണല്ലോ ഈ വന്നത്, നല്ലോണം ബഹുമാനിക്കണമല്ലോ എന്നുള്ള നിലക്ക് നല്ല സ്നേഹത്തോടൊരു ചോദ്യം ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സന്തോഷമായി. കൈഫ കാന യശുക്കും, എങ്ങനെയാ നിങ്ങളുടെ ജീവിതം? പെൺകുട്ടി മറുപടി പറഞ്ഞു, തഅമുനാ അല്ലഹ്മു വശറാബുനാ അൽമാ, കുടിക്കാൻ നല്ല പാനീയമുണ്ട്, കഴിക്കാൻ നല്ല മാംസവും കിട്ടാറുണ്ട്. ഉടനെ തന്നെ ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീ ലഹ്മിഹിം വമാഇഹിം, അവരെ മാംസത്തിലും അവരുടെ വെള്ളത്തിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അന്ന് ചെയ്ത ദുആഇന്റെ ഫലമായി ഇന്നും നിങ്ങൾ പോയി നോക്ക്, മക്കത്തുൽ മുക്കറമയിൽ നിന്ന് വെള്ളവും മാംസവും ഒഴിവായ ഒരു സെക്കൻഡ് സമയം ഇല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യകുല്ലഹും യൗമൈദിൻ ഹബ്ബുൻ, അന്ന് അവർക്ക് ധാന്യമില്ല. ധാന്യമുണ്ടെങ്കിൽ അതിനുകൂടി ദുആ ചെയ്യുമായിരുന്നു. അന്ന് ഭക്ഷ്യവസ്തുവായിട്ട് അവർക്ക് ധാന്യം ഇല്ലാത്തത് കൊണ്ട് അതിന് ദുആ ചെയ്തില്ല. പിന്നെ പോകാൻ ഒരുങ്ങുന്ന നേരത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പെൺകുട്ടി പറഞ്ഞു, ഉപ്പാ പോകല്ലേ, ഒരു മിനിറ്റ്, കുറച്ചു നേരം അവിടെ നിൽക്കൂ. വീട്ടിനകത്തേക്ക് പോയി ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്നു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വാഹനത്തിന്റെ മുകളിൽ വന്ന ഉപ്പയല്ലേ,
ആ നരച്ച താടിയിലും തലയിലും പൊടിപടലങ്ങൾ ഇങ്ങനെ പുരണ്ടിട്ടുണ്ട്. വാഹനത്തിന്റെ മേലെ ഇരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേലേക്ക് ഈ പെൺകുട്ടിക്ക് കയ്യെത്തുന്ന രൂപത്തില് അതേ ഉയരമുള്ളൊരു വസ്തു വാഹനത്തിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് അതിന്റെ മേലെ കയറി നിന്ന് ഉപ്പയുടെ തലയും താടിയും ഒക്കെ വെള്ളം തൊട്ടതിന്റെ പൊടിപടലങ്ങളൊക്കെ നീക്കിയിട്ട് പൊടിപടലങ്ങളൊക്കെ നീക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വല്ലാത്ത സന്തോഷം. എന്തൊരു നല്ല സ്നേഹമുള്ള പെൺകുട്ടിയാണ്. തൊട്ടാൽ ഉളൂ മുറിയാത്ത ബന്ധമല്ലേ. അമ്മോശങ്കാക്കയുടെ ശരീരം തൊട്ടാൽ ഈ കുട്ടിയുടെ ഉളൂ മുറിയൂല്ലല്ലോ. അത്രയും വലിയ ബന്ധല്ലേ അള്ളാഹു ബന്ധിപ്പിച്ചത്. പൊടിപടലങ്ങളൊക്കെ വെള്ളം തൊട്ടിങ്ങനെ നീക്കിക്കൊടുത്തു. ഉപ്പയോട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു. ഉപ്പ അവിടെ നിന്ന് അങ്ങനെ മടങ്ങി. ആ ഉപ്പ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തു, ബറക്കത്തിന് വേണ്ടി. ആ ദാമ്പത്യ ജീവിതത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു 10 സന്താനങ്ങളെ നൽകി. നല്ല ബറക്കത്തുള്ള മക്കൾ, നല്ല ഐശ്വര്യമുള്ള ജീവിതം. ഈ പെണ്ണിലൂടെ തന്നെ എനിക്ക് സന്താന പരമ്പരകൾ ഉണ്ടാകണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീരുമാനിച്ചത് സൽ സ്വഭാവത്തിന്റെ മഹിമ കണ്ടുകൊണ്ടാണ്. ചെറുപ്പക്കാരികളെ, നല്ല സ്വഭാവമാണ് വെച്ചു പുലർത്തേണ്ടത്. പെൺകുട്ടികളോട്, യുവതികളോട് ഞാൻ പ്രത്യേകം ഒരു കാര്യം കൂടി പറയട്ടെ. പരിശുദ്ധമായ ദീനിന്റെ സ്വഭാവം ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളിൽ നിന്ന് കാണണം. നിങ്ങൾ പുരുഷന്മാരെ പോലെ ജീവിക്കരുത്, പുരുഷന്മാര് സ്ത്രീകളെ പോലെയും ജീവിക്കരുത്. അതിനാണ് ദീനൊരു സ്വഭാവം പഠിപ്പിച്ചത്. ലികുല്ലി ദീനിൻ ഖുലുഖുൻ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. എല്ലാ മതത്തിനും ഓരോ സ്വഭാവമുണ്ട്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സ്വഭാവം ഹയാ ആണ്. ആ ഹയാ ചെറുപ്പക്കാരികളെ നിങ്ങളിലുണ്ടാകണം. പ്രായപൂർത്തിയും പക്വതയും എത്തിയാൽ പിന്നെ തട്ടമയിച്ച് തോളിലൂടെ ഇട്ട് യാത്ര ചെയ്യുന്ന, യഥേഷ്ടം വിലസി നടക്കുന്ന, ആരോടും കൊഞ്ചും കുഴഞ്ഞും സംസാരിക്കുന്ന, ആരോടും ചാറ്റ് ചെയ്യുന്ന, യഥേഷ്ടം കിന്നരിക്കുന്ന, ഹയാ കുറഞ്ഞൊരൊറ്റ പണിയിലേക്കും പോകാത്ത, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന നല്ല ഭക്തിയുള്ള യുവതിയായി ജീവിക്കണം. അപ്പോഴേ അല്ലാഹു തആല ജീവിതത്തിൽ ബറക്കത്ത് നൽകൂ, സന്താന പരമ്പരകളിൽ വിശുദ്ധി നൽകൂ. ആ രൂപത്തിലാണ് ജീവിക്കേണ്ടത്. ആ ഹയാ ആണ് എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത്. ആ ഹയാ എന്ന് പറയുന്ന സ്വഭാവം എത്ര നല്ല രൂപത്തിൽ ഒരു പെൺകുട്ടിയിൽ, ഒരാൺകുട്ടിയിൽ ഉണ്ടോ, എന്നാൽ അവരിൽ ഇസ്ലാമിന്റെ നല്ല യുവത്വങ്ങളും നല്ല സംഭാവനകളും അവരിൽ കാണാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപ്പമാര്, ഉമ്മമാരാ വിഷയം കൂടി യഥാർത്ഥത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആണിന്റെ വേഷം ആണിന് ധരിക്കാനുള്ളതാണ്, പെണ്ണിന്റെ വേഷം പെണ്ണിന് ധരിക്കാനുള്ളതാണ്. നിസ്കാരക്കുപ്പായം ഇട്ടുകൊണ്ടൊരാണും നിസ്കരിക്കാൻ പാടില്ല, അത് പെണ്ണിന് നിസ്കരിക്കാനുള്ളതാണ്. പർദ്ദ ധരിച്ചുകൊണ്ടൊരു പുരുഷനും നടക്കാൻ പാടില്ല, അത് പെണ്ണിന് ധരിക്കാനുള്ളതാണ്. പെണ്ണിന് ധരിക്കാനുള്ള പാൻസും ഷർട്ടുമില്ലേ ആണിന് ധരിക്കാനുള്ളത്, അതാണ് ധരിക്കേണ്ടത്. പെണ്ണിന്റെ വസ്ത്രമായി നാട്ടിൽ പരിചയമുള്ളണ്ടോ, അതാണ് പെണ്ണ് ധരിക്കേണ്ടത്. ആണിന്റെ കോലം ചമയുന്ന പെണ്ണിനെയും പെണ്ണിന്റെ കോലം ചമയുന്ന ആണിനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പമാര് ലാഭം കാണണ്ട. ഒരു വീട്ടിലേക്ക് ഒന്ന് വാങ്ങിയാൽ മതിയല്ലോ, എല്ലാവരും ഒന്ന് ധരിക്കാൻ പറ്റുകയാണെങ്കിൽ സുഖമല്ലേ, എത്ര സാമ്പത്തിക ലാഭം കിട്ടും. അങ്ങനെ വിചാരിക്കരുത്. എൻ്റെ വീട്ടിലെ +2 പഠിക്കുന്ന കുട്ടിക്ക് മാത്രം ഡ്രസ്സ് വാങ്ങിയാൽ മതി, അത് തന്നെ 10ാം ക്ലാസ്സുകാർ ഇട്ടോളൂ, അപ്പൊ ലാഭല്ലേ, ഒരാൾക്ക് വാങ്ങിയാൽ പോരെ. അങ്ങനെ ചിന്തിക്കരുത്. അവർക്കുള്ള വസ്ത്രം അവർക്ക് വേറെ വാങ്ങണം, അതാണ് അവർ ധരിക്കേണ്ടത്. ജ്യേഷ്ഠന്റെ പാൻറ് ധരിച്ചുകൊണ്ട് അനുജത്തി പോകാൻ ഉദ്ദേശിക്കുമ്പോ ബാപ്പ പറയണം, ഉമ്മ പറയണം, അള്ളാഹു ലാനത്ത് ചെയ്തൊരു വസ്ത്രരീതിയാണ് പെണ്ണെ, ഇത് നീ ധരിക്കരുത്. പെണ്ണിൻ്റെത് പെണ്ണ് ധരിക്കണം, ആണിൻ്റെത് ആണ് ധരിക്കണം. ലഅനല്ലാഹു റജുൽ അല്ലദീ യൽബസു ലുബ്സത്തൽ മർഅ വലഅനല്ലാഹുൽ മർഅ അല്ലതീ തൽബസു ലുബ്സത്തർ റജുൽ. ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണിനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു.
ആ ശപിക്കപ്പെട്ട വിഭാഗത്തിൽ പെടാതിരിക്കാൻ നമുക്ക് വേണ്ടത് ഹയാ ആണ്. ഹയാഇന്റെ കുറവ് കൊണ്ടാണ് വസ്ത്രധാരണ ശൈലിയിലൊക്കെ ഈ വ്യത്യാസം വരുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നല്ല രൂപത്തിൽ ജീവിക്കുന്ന ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ.